വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമം മഹത്വപ്പെടുമാറാകട്ടെ. Let the matchless name of our Jesus be glorified, who is going to appear very soon. രാത്രിയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. First of all, you greet you, every one of you, in the matchless name of our Lord and Savior Jesus Christ, who have gathered here accepting our invitation. കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ മധ്യേ കടന്നു വന്ന നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിച്ചവനായ ദൈവം വാഗ്ദത്ത പ്രകാരം ഈ യോഗത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. The same God who came and blessed us last night has come in the beginning of this assembly itself. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വിവിധ നിലവാരത്തിൽ ഇതുവരെയും നമ്മൾ ദൈവത്തിൽ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. Till this time we had been experiencing the presence of God in various manners. അനുഗ്രഹ സമ്പൂർണമായ ഒരു സാക്ഷിയും പങ്കിടുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I also praise God for having, so the Lord gave us an opportunity for a wonderful testimony. തുടർന്ന് നമുക്ക് ആവശ്യമാർന്ന ദൈവത്തിന്റെ ആലോചന പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തരുവാൻ പ്രാർത്ഥനയോടെ ദൈവമക്കൾ ദൈവത്തിലായിരിക്കുവാൻ പ്രാരംഭമായിട്ട് ഓർപ്പിക്കട്ടെ. Prayerfully shall we be in the presence of God, so that the Lord might reveal His mind unto us. ഇന്ന് രാത്രിയിലെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ച വേദഭാഗത്തേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുപോകാം. Shall we draw attention to the same portion of scripture which we meditated last night? സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാം. Shall we read Zechariah chapter 6, the first 7 verses? ഞാൻ വീണ്ടും തലപൊക്കി നോക്കിയപ്പോൾ 2 പർവ്വതങ്ങളുടെ ഇടയിൽ നിന്ന് 4 രഥം പുറപ്പെടുന്നത് കണ്ടു. ആ പർവ്വതങ്ങളോ താമ്ര പർവ്വതങ്ങളായിരുന്നു. ഒന്നാമത്തെ രഥത്തിന് ചുവന്ന കുതിരകളെയും, രണ്ടാമത്തെ രഥത്തിന് കറുത്ത കുതിരകളെയും, മൂന്നാമത്തെ രഥത്തിന് വെളുത്ത കുതിരകളെയും, നാലാമത്തെ രഥത്തിന് പുള്ളിയും കുരാൽ നിറവുമുള്ള കുതിരകളെയും പൂട്ടിയിരുന്നു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട്, യജമാനനെ ഇതെന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചു. ദൂതൻ എന്നോട് ഉത്തരം പറഞ്ഞത്, ഇത് സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിന്നിട്ട് പുറപ്പെടുന്ന ആകാശത്തിലെ 4 കാറ്റാകുന്നു. കറുത്ത കുതിരകൾ ഉള്ളത് വടക്കേ ദേശത്തിലേക്ക് പുറപ്പെട്ടു, വെളുത്തവ അവയുടെ പിന്നാലെ പുറപ്പെട്ടു, പുള്ളിയുള്ളവ തെക്കേ ദേശത്തേക്ക് പുറപ്പെട്ടു, കുരാൽ നിറമുള്ളവ പുറപ്പെട്ട് ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പാൻ നോക്കി. നിങ്ങൾ പോയി ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പിൻ എന്ന് അവൻ കൽപ്പിച്ചു. അങ്ങനെ അവ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു. ദൈവത്തിന്റെ പ്രവാചകനായ സെഖര്യാവിന് ഒരു രാത്രിയിൽ ദൈവം 8 ദർശനങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു. To the prophet Zechariah, the Lord gave 8 visions the same night. അതിൽ 8ാമത്തെ ദർശനമാണ് ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി നമ്മൾ വായിച്ചു കേട്ടത്. We have heard the portion, the 8th vision. ഇസ്രായേലിന് വിരോധമായി പ്രവർത്തിച്ച ജാതീയ ശക്തികൾക്കും ഈ ഭൂതലത്തിലെ ആഗമനവും സംഭവിക്കാൻ പോകുന്ന ദൈവത്തിന്റെ ന്യായവിധിയാണ് ഈ ദർശനത്തിന്റെ സാരാംശം എന്ന് പറഞ്ഞിരിക്കുന്നത്. The gist of this vision is the power that is prevailing against the Gentile nations and the judgment of God against the whole earth. നമ്മൾ വായിച്ച വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ, when we draw attention to this portion of scripture, സെഖര്യാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 2 പർവ്വതങ്ങളെ കാണുന്നു. as Zechariah was viewing, he saw 2 mountains. ഈ പർവ്വതങ്ങൾ താമ്ര പർവ്വതങ്ങളാകുന്നു. These were mountains of brass. ഈ പർവ്വതങ്ങളുടെ ഇടയിൽ നിന്നും 4 രഥങ്ങൾ പുറപ്പെട്ടു വരുന്നു. In the midst of these mountains proceeded 4 chariots. ഒന്നാമത്തെ രഥത്തിൽ ചുവന്ന കുതിരകളെ പൂട്ടിയിരിക്കുന്നു. In the first chariot the red horses were harnessed. രണ്ടാമത്തെ രഥത്തിൽ കറുത്ത കുതിരകളെ പൂട്ടിയിരിക്കുന്നു. In the second chariot black horses were harnessed. മൂന്നാമത്തെ രഥത്തിൽ വെളുത്ത കുതിരകളെ പൂട്ടിയിരിക്കുന്നു. In the third chariot white horses were harnessed. അവസാനത്തെ രഥത്തിൽ പുള്ളിയും കുരാൽ നിറവുമുള്ള കുതിരകളെ In പൂട്ടിയിരിക്കുന്നു. the last chariot grizzled and bay horses were harnessed. കറുത്ത കുതിരകളെ പൂട്ടിയിരിക്കുന്നവ വടക്കേ ദേശത്തേക്ക് പുറപ്പെട്ടു. The chariot with the black horses proceeded to the north country. വെളുത്ത കുതിരകളെ പൂട്ടിയിരിക്കുന്നവ അവയുടെ പിന്നാലെ പുറപ്പെട്ടു. The chariots with the white horses followed them. പുള്ളി ഉള്ളവ തെക്കേ ദേശത്തേക്ക് പുറപ്പെട്ടു. The grizzled went to the south country. കുരാൽ നിറമുള്ളവ ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ചു. The strong ones roamed to and fro in the earth. കഴിഞ്ഞ രാത്രിയിൽ ഈ ദർശനത്തിന്റെ പ്രാരംഭ ഭാഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. Last night we meditated the beginning portions of this prophecy. സെഖര്യാവ് കാണുന്ന ഈ 2 ദിവ്യ പർവ്വതങ്ങൾ എന്ന് പറയുന്നത്, the 2 mountains which Zechariah is viewing, ന്യായവിധി നടത്തുന്നവനായ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തി കാണിക്കുന്നു. it reveals the Lord Jesus Christ who will come to be a judge. അപ്പോൾ തന്നെ സവിശേഷമായ 2 പ്രാധാന്യം ഈ പർവ്വതങ്ങൾക്കുണ്ട്.
Also these two mountains have two great significances. ഒന്ന് സഖരിയാവ് കാണുന്നത് രണ്ട് പർവ്വതങ്ങളെയാകുന്നു കാണുന്നത്. Zechariah is seeing two mountains. ഇത് ദൈവത്തിന്റെ നീതിയെ വെളിപ്പെടുത്തി കാണിക്കുന്നുവെന്ന് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചു. Last night we meditated that it shows the righteousness of God. ന്യായം വിധിക്കുന്നവനായ ദൈവം നീതിയുള്ളവനാകുന്നുവെന്ന് നമ്മൾ കാണുകയുണ്ടായി. The God who is a judging God is a righteous God. ഈ പർവ്വതങ്ങൾ താമ്ര പർവ്വതങ്ങളാകുന്നുവെന്ന് സഖരിയാവ് കാണുന്നു. Zechariah is seeing that they are mountains of brass. അത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപയെ വെളിപ്പെടുത്തി കാണിക്കും. It shows the grace of our Lord Jesus Christ. നമ്മുടെ കർത്താവ് നീതിയും കൃപയും നിറഞ്ഞവനാകുന്നുവെന്ന് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചു. Last night we saw our God is righteous and our God is ഈ gracious. ദർശനത്തിന്റെ പ്രാരംഭത്തിൽ ചുവന്ന കുതിരകളെ പൂട്ടിയ രഥങ്ങളെയാകുന്നു കാണുന്നത്. First, in the beginning of this vision, he saw the chariot with the red horses. ഈ രഥം ന്യായവിധിക്ക് നേതൃത്വം കൊടുക്കുന്നതായി നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ They ചിന്തിക്കുകയുണ്ടായി. are the ones commanding the judgment. സഖരിയാവിന്റെ ഒന്നാമത്തെ ദർശനത്തിലും ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നതായി കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചു. Last night in the vision we meditated that in the first vision of Zechariah there was a man upon a red horse. ഈ ചുവന്ന രഥം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തി കാണിക്കുന്നു. This red horse chariot shows our Lord Jesus Christ. ഈ ചുവന്ന നിറം ന്യായവിധിയിലുള്ള നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ തീഷ്ണതയെ വെളിപ്പെടുത്തി It കാണിക്കുന്നു. is the zeal of a judging God. നമ്മുടെ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. Our God is a consuming fire. അവൻ തീഷ്ണതയുള്ളവനായ ദൈവം തന്നെ. He is a jealous God. അവനവന്റെ നാമത്തെ കുറിച്ച് ഒരു He തീഷ്ണതയുണ്ട്. is a zeal concerning his name. അവന്റെ ആലയത്തെ കുറിച്ച് അവനൊരു He is തീഷ്ണതയുണ്ട്. a zeal concerning his temple. അവൻ സിയോൻ യെരുശലേമിനും വേണ്ടി മഹാതീഷ്ണതയോടെ He is എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. burning with great jealousy concerning Zion and Jerusalem. രണ്ടാമത്തെ കുതിര വടക്കേ ദേശത്തേക്ക് പുറപ്പെടുന്നു. The second horse went to the north country. വടക്കേ ദേശം ബാബിലോണിനെ വെളിപ്പെടുത്തി കാണിക്കുന്നു. The north country shows Babylon. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചു അക്ഷരികമായ ബാബിലോൺ ഇന്ന് ലോകത്തിലില്ല. Last night we saw that literal Babylon is unexistent. സോദോമും ഗോമോറയും ദൈവത്തിന്റെ ശിക്ഷാവധിയിൽ നശിപ്പിക്കപ്പെട്ടതുപോലെ ബാബിലോണും ദൈവിക ശിക്ഷാവധിയിൽ നശിപ്പിക്കപ്പെട്ടു Just as കഴിഞ്ഞിരിക്കുന്നു. Sodom and Gomorrah has perished in the divine judgment, Babylon also has been perished in divine judgment. അപ്പോൾ തന്നെ ബാബിലോണിന്റെ ശക്തി ലോകത്തിൽ വ്യാപരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. On the same hand, we can see the powers of Babylon prevailing in this world. വെളിപ്പാട് പുസ്തകം 17-18 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ In Revelation, the 17th and 18th chapter, ആത്മീക മണ്ഡലത്തിലും വാണിജ്യ മണ്ഡലത്തിലും വ്യാപരിക്കുന്ന ബാബിലോണിന്റെ ശക്തികളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ രാത്രി ചിന്തിച്ചു. last night we saw the powers of Babylon in the spiritual world and in the business world. 17-ാം അധ്യായത്തിൽ ആത്മീക മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന വാണിജ്യ ബാബിലോണിന്റെ ശക്തിയെ മഹദിയ ബാബിലോൺ എന്ന് വിളിക്കുന്നു എന്ന് We ചിന്തിക്കുകയുണ്ടായി. saw that the power of Babylon prevailing in the world is known as the Babylon the Great. ഈ മഹദിയ ബാബിലോൺ വീണുപോയ ക്രിസ്തീയ സഭാ വിഭാഗങ്ങളെ വെളിപ്പെടുത്തി കാണിക്കുന്നുവെന്ന് ചിന്തിച്ചു. This Babylon the Great signifies the fallen church denominations. ദൈവത്തിന്റെ കൃപയിൽ നിന്നും ദൈവിക പ്രമാണങ്ങളിൽ നിന്നും വീണുപോയ ക്രിസ്തീയ സമൂഹങ്ങളാകുന്നു മഹദിയ ബാബിലോൺ. Christian denominations fallen from the grace of God and from the precepts of God is Babylon the Great. ക്രിസ്തുവിന്റെ സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയായി അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. The church of Christ as a bride for the church is waiting for the church. എന്നാൽ കൃപയിൽ നിന്ന് വീണുപോയ മഹദിയ ബാബിലോൺ എതിർ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ കാത്തു നിൽക്കുന്നു. But the fallen church Babylon the Great is anticipating the Antichrist. ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന സഭ നിർമ്മല കന്യകയാകുന്നു. The church, the bride of Christ, is a pure undefiled virgin. എന്നാൽ മഹദിയ ബാബിലോൺ മ്ലേച്ഛതകളുടെ മാതാവാകുന്നുവെന്ന് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ But ചിന്തിച്ചു. last night we meditated Babylon the Great is the mother of the abominations of the earth. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ When we come to Revelation 17:5, അവളെ മ്ലേച്ഛതകളുടെയും വേശ്യമാരുടെയും മാതാവെന്ന് വിളിക്കുന്നു. she is addressed to as the mother of harlots and abominations of the earth. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ നിലനിൽക്കുന്ന മ്ലേച്ഛതകളുടെ ഒക്കെയും മാതൃത്വം ബാബിലോണിനാകുന്നുവെന്ന് കാണുവാൻ സാധിക്കും. All the abominations in the Christian world is being led by Babylon. ഇന്നത്തെ പാരമ്പര്യ ക്രിസ്തീയ സഭാ വിഭാഗങ്ങളിൽ നിലനിൽക്കുന്ന മിക്ക ആചാരാനുഷ്ഠാനങ്ങളുടെയും തായ്വേരുകൾ പരിശോധിച്ചാൽ അത് ബാബിലോണിലാണെന്ന് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചു. All the traditional customs in all the denominational churches, the root is from Babylon. അത് മാത്രവുമല്ല, Not only this, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 4-ാം വാക്യത്തിൽ in Revelation 17:4, ബാബിലോണിൽ നിലനിൽക്കുന്ന 3 മ്ലേച്ഛതകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. we meditate about the 3 abominations in Babylon. വീണുപോയ സഭ വസ്ത്രധാരണത്തിൽ അശുദ്ധയാകുന്നുവെന്ന് കണ്ടു. The fallen church is
is defiled in apparel. അവൾ ധൂമ്രവർണ്ണവും കടുംചുവപ്പ് വസ്ത്രവും She ധരിച്ചിരിക്കുന്നു. is arrayed in purple and scarlet. രണ്ട്, അവൾ അലങ്കാരത്തിൽ അശുദ്ധിയാകുന്നുവെന്ന് നമ്മൾ She ചിന്തിച്ചു. is defiled in her adorning. അവൾ പൊന്നും മുത്തും രത്നങ്ങളും അണിഞ്ഞവളായി കാണപ്പെടുന്നതായി നമ്മൾ She is ചിന്തിക്കുകയുണ്ടായി. decked with gold and precious stones and pearls. അവിടെ ആരാധനയിലും ഒരു അശുദ്ധി നിലനിൽക്കുന്നുവെന്ന് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചു. Last night we saw that she is defiled in her worship also. ദൈവത്തിന്റെ സഭ വിശുദ്ധമാണ്. The church of God is holy കാരണം നമ്മുടെ ദൈവം വിശുദ്ധനാണ്. because our God is holy. അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നവർ വിശുദ്ധിയിൽ ആരാധിക്കണം. Therefore those who worship God should worship him in holiness. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം 74-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ In Luke chapter 174 നീതിയിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കണം എന്നവിടെ it എഴുതിയിട്ടുണ്ട്. is written that we might worship him in righteousness and in holiness. നാം നീതിയിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം. We are the people who have to worship him in righteousness and holiness. 2 തിമോഥെയോസ് 1-ന്റെ 4-ാം വാക്യത്തിലേക്ക് In വരുമ്പോൾ 2 Timothy 1:4 അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, what does St. Paul say? ഞങ്ങൾ നിർമ്മല മനസാക്ഷിയോടുകൂടെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്. We are worshiping God with a pure conscience. എബ്രായ ലേഖനം 9-14 വരുമ്പോൾ In Hebrews 9:14 അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, the apostle St. Paul is saying ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ മനസാക്ഷി രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. the conscience must be purified so that we can worship the living God. ഫിലിപ്പി ലേഖനം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ In Philippians 3:3 ജീവനുള്ള ദൈവത്തെ ആത്മാവിലാകുന്നു ആരാധിക്കേണ്ടത് എന്ന് നമ്മൾ it ചിന്തിക്കുകയുണ്ടായി. is written that we have to worship the living God in spirit. എന്നാൽ ഈ വീണുപോയ ക്രിസ്തീയ സമൂഹങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ But when we study these fallen Christian denominations, അവരുടെ കയ്യിൽ ഒരു സ്വർണ്ണ പാനപാത്രമുണ്ട്, there is a golden vessel cup in his എങ്കിലും hand, അതിൽ അശുദ്ധി but നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. is full of impurities. പുറമെ കണ്ടാൽ അത് വിശുദ്ധമെന്ന് തോന്നും. Outwardly it appears holy. അത് നിർമ്മിച്ചിരിക്കുന്നത് തങ്കം It കൊണ്ടാകുന്നു. is made of gold, പക്ഷെ അതിന്റെ അകത്ത് അശുദ്ധി but നിറയപ്പെട്ടിരിക്കുന്നു. inside it is full of abominations. ആകയാൽ ദൈവത്തിന്റെ സഭയിൽ ആരാധന ഒരിക്കലും മലിനപ്പെട്ടതാവരുത്. Therefore the worship in the church should not be defiled. വിശേഷിച്ച് കർത്തൃമേശ അതീവ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാകണം. The Holy Communion we have to take it with utmost care. പുതിയ നിയമസഭയുടെ ഏറ്റവും വിശുദ്ധമായ ശുശ്രൂഷയാകുന്നു കർത്തൃമേശ എന്ന് പറയുന്നത്. The utmost sacrament in the New Testament church is the Holy Communion. ആ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നവർ വിശുദ്ധരായി തീരണമെന്ന് വിശുദ്ധ പൗലോസ് ഓർപ്പിച്ചിട്ടുണ്ട്. St. Paul is reminding all those who are partakers of the cup should be holy. അയോഗ്യമായി ആ പാനപാത്രത്തിൽ നിന്ന് കുടിക്കരുതെന്നും പറഞ്ഞിരിക്കുന്നു. It is said that no one should partake of it unworthily. ആ പാനപാത്രത്തിൽ നിന്ന് പങ്കാളികളായി തീരുന്നവർ തന്നെത്താൻ വിവേചിക്കണം, ഇല്ലെങ്കിൽ ശിക്ഷാവധി ഉണ്ടെന്ന് പൗലോസ് പറയുന്നു. Those who are partakers of the cup should discern themselves, otherwise they are discerning judgment unto themselves. എന്നാൽ മഹദിയാൻ ബാബിലോണിന്റെ അവസ്ഥ എന്താകുന്നു? But what is the condition of Babylon the Great? അവർ ക്രിസ്തുവിന്റെ തിരുമേശയിൽ പലർക്കും പങ്കാളിത്തം കൊടുക്കുന്നുണ്ട്. They are giving Holy Communion to several people. പക്ഷെ വേണ്ടത്ര വിശുദ്ധി അവരുടെ ജീവിതത്തിലില്ല. They do not have the measure of holiness in their lives. മദ്യപിക്കുന്നവർക്കും കർത്തൃമേശയിൽ പങ്കുകൊള്ളാം. They are giving communion to the drunkards, പുകവലിക്കുന്നവർക്കും കർത്തൃമേശയിൽ and പങ്കുകൊള്ളാം. also to the smokers, വെറ്റില മുറുക്കുന്നവർക്കും കർത്തൃമേശയിൽ and പങ്കുകൊള്ളാം. also the chewers of beaten leaves, ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയവർക്കും കർത്തൃമേശയിൽ പങ്കുകൊള്ളാം. and also who have lost the holiness in their life. ഇത് കാണുമ്പോൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളണം. When you see these things, you should make a truth understand. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ബാബിലോണിന്റെ ശക്തിയാകുന്നു. These are the powers of Babylon prevailing beneath these. ആകയാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്, The Spirit of God is reminding us, എന്റെ ജനമായുള്ളവരെ അവിടെ പാപങ്ങളിൽ പങ്കാളികളാകരുത്. oh my people, be not partaker of our sins, അവിടെ ബാധകളിൽ ഓഹരിക്കാരാകാതിരിക്കുവാൻ be not partaker of plagues, നീ അവളെ വിട്ടുപോരുവാൻ come പറഞ്ഞിരിക്കുന്നു. out of her. വെളിപ്പാട് 17-ന്റെ 5-ാം വാക്യത്തിലേക്ക് In വരുമ്പോൾ Revelation 17:5, അവൾ മ്ലേച്ഛതകളുടെയും വേശ്യമാരുടെയും മാതാവെന്ന് she is the പറഞ്ഞിരിക്കുന്നു. mother of the abominations and harlots of the earth. വീണുപോയ സഭ വേശ്യമാരുടെ മാതാവാകുന്നു. The fallen church is the mother of the harlots of the earth. എന്താണ് വേശ്യമാരുടെ മാതാവ് എന്നതുകൊണ്ട് What അർത്ഥമാക്കുന്നത്? is meant by mother of harlots? ഇസ്രായേലിനുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ When we studied with the relation with Israel, അവർ ജീവനുള്ള ദൈവത്തെ വിട്ട് അന്യദൈവങ്ങളെ സേവിച്ച കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. when she left the living God and served other gods, അവർ അന്യദൈവങ്ങളെ സേവിച്ച അവസ്ഥയെ കണ്ടിട്ട് ദൈവം പറഞ്ഞു അത് പരസംഗമാകുന്നുവെന്ന്. when God saw this condition, he said it as fornication. അവർ സത്യദൈവത്തെ വിട്ട് അന്യദൈവങ്ങളെ പിൻഗമിച്ചപ്പോൾ അത് വേശ്യാവൃത്തിയാണെന്ന് ദൈവം പറഞ്ഞു. God said it is equivalent to adultery when she left the living God and followed other gods. ദൈവത്തിന്റെ സഭയ്ക്കൊരു പ്രമാണമുണ്ട്. The church of God has a precept. ദൈവം വിശുദ്ധനാണ്. God is holy. ദൈവത്തിന്റെ സഭയും വിശുദ്ധമാണ്. The church of God should be holy. ആകെ ദൈവത്തിന്റെ സഭ കന്യകയായിരിക്കണം. The church should be a virgin. കന്യക എന്ന് പറയുമ്പോൾ ഹൃദയം പങ്കിട്ടിട്ടില്ലാത്തവൾ എന്നാണ് അതിന്റെ അർത്ഥം. It means in whose the heart is not shared. ക്രിസ്തുവിന്റെ സഭ അവളുടെ ഹൃദയം പൂർണ്ണമായി ക്രിസ്തുവിന് The കൊടുത്തതായിരിക്കണം. heart must be fully given to the Lord. അതാ യൂദയുടെ ലേഖനം
1 വാക്യത്തിൽ നമ്മൾ വായിച്ചത്, In Jude chapter 1, അവൾ യേശുക്രിസ്തുവിനെ മാത്രം സൂക്ഷിക്കപ്പെട്ടവളായിരിക്കണം. she is only preserved by Jesus Christ. എന്ന് വെച്ചാൽ വ്യക്തമായ ഒരു വേർപാടിന്റെ ജീവിതം ദൈവസഭയ്ക്ക് In ഉണ്ടായിരിക്കണം. the church of God, there is a definite life of separation. അവർ ലോകത്തിൽ നിന്ന് വേർപെട്ടവരായിരിക്കണം. Separate from the world. അവർ പാപത്തിൽ നിന്ന് വേർപെട്ടവരായിരിക്കണം. Separate from sin. ഈ ലോകത്തിന്റെ സകല പ്രതാപങ്ങളിൽ നിന്ന് From all വേർപെട്ടവരായിരിക്കണം. the glories of this world. എന്നാൽ വീണുപോകുന്ന ക്രിസ്തീയ സമൂഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ But when we see the fallen denominations, അവൾ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവെന്ന് she is പറഞ്ഞിരിക്കുന്നു. mother of the harlots and abominations of the earth. എന്താണ് അവളുടെ വേശ്യാവൃത്തി എന്ന് പറയുന്നത്? What is her harlotry? വെളിപ്പാട് പുസ്തകം 17-ാമത്തെ 1 വാക്യത്തിലേക്ക് വരുമ്പോൾ Revelation 17:1. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, We read it so. അവൾ ഭൂമിയിലെ രാജാക്കന്മാരുമായി വേശ്യാവൃത്തി നടത്തുന്നു. She has made a fornication with the kings of the earth. വീടുപോയ ക്രിസ്തീയ സഭാവിഭാഗങ്ങളുടെ വേശ്യാവൃത്തി ഭൂമിയിലെ രാജാക്കന്മാരുമായിട്ടാണ്. The fornication of the fallen denominations are with the kings of the earth. ആകയാൽ ഇതൊരു വലിയ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. We have to understand a great truth. ദൈവത്തിന്റെ സഭ ഒരിക്കലും ഭൗമികമായിട്ടുള്ളതല്ല. The church of God is not an earthly one. യേശുക്രിസ്തു ഒരിക്കലും അക്ഷരികമായ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുവാനല്ല ഈ ലോകത്തിൽ വന്നത്. Jesus never came to establish a literal kingdom. യേശു പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. Jesus said, my kingdom is not of the world. എന്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എന്റെ സേവകർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. If my kingdom was of this world, then my servants would have fought for me. യേശുക്രിസ്തു ഒരു ആത്മീകമായ ദൈവരാജ്യം സ്ഥാപിക്കുവാനാണ് ഈ ലോകത്തിൽ വന്നത്. Jesus came to establish a spiritual kingdom in this earth. പക്ഷേ ഈ വീണുപോകുന്ന ക്രിസ്തീയ സഭാവിഭാഗങ്ങൾ എന്താണ് ചെയ്യുന്നത്? But what do these fallen denominations do? അവർ ഭൂമിയിലെ രാജാക്കന്മാരുമായിട്ട് വേശ്യാവൃത്തി നടത്തുന്നു. They are committing fornication with the kings of the earth. വേശ്യാവൃത്തി എന്ന് പറയുമ്പോൾ What do you mean by harlotry? ന്യായമായിട്ടല്ലാത്ത ബന്ധം എന്നാകുന്നു അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Illegal connections. തെറ്റായ ബന്ധങ്ങൾ ഭൂമിയിലെ രാജാക്കന്മാരുമായിട്ട് അവർ നടത്തുന്നു. The faultless connections with the kings of the earth. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ When we come to the word of God, ഈ ലോകത്തിന്റെ പരമാധികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ദൈവസഭയ്ക്ക് ഒരു പ്രമാണമുണ്ട്. there is a true foundation for the church of God. ഇന്നത്തെ ഞാനും നിങ്ങളുമെല്ലാം ഭാരതീയരാകുന്നു. All of us are citizens of India. ദൈവത്തിന്റെ സഭയ്ക്ക് ഇന്ത്യ ഗവൺമെന്റിനോട് ചില കടപ്പാടുകളുണ്ട്. The church has certain obligations to the government of India. അതാത് രാജ്യത്തെ ഗവൺമെന്റുകളോട് ദൈവത്തിന്റെ സഭ എങ്ങനെ കടപ്പെട്ടിരിക്കണമെന്ന് തിരുവെടുത്ത് നമ്മെ In പഠിപ്പിക്കുന്നുണ്ട്. the scriptures also it is mentioned that they should be obliged to the governments of the land. ഒരിക്കൽ പരീശന്മാർ യേശുവിന്റെ അടുക്കൽ കടന്നു വന്നൊരു ചോദ്യം ചോദിച്ചു. Once the Pharisees came to Jesus with a question, കൈസർക്ക് കരം കൊടുക്കുന്ന ഒരു വിഹിതമോ? is it lawful to give tribute unto Caesar? കർത്താവ് പറഞ്ഞൊരു നാണയം കാണിക്കുവാൻ. Show me a penny. അതിന്റെ സ്വരൂപവും മേലെടുത്തും ആരുടേത്? Whose image and superscription is this? അത് കൈസരുടേത്. It is Caesar's. കൈസർക്കുള്ളത് കൈസർക്ക് കൊടുത്തേക്കുവേ. Render unto Caesar the things that are Caesar's, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുവേ. and unto God's the thing that are God's. ഇതാണ് രാഷ്ട്രത്തെ സംബന്ധിച്ച് ദൈവസഭയ്ക്കുള്ള പ്രമാണം. This is the concept of God concerning the church. ഈ രാജ്യത്തിൽ ജീവിക്കുമ്പോൾ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് നമ്മൾ ജീവിക്കണം. When we are living in any land, we should be submissive to the laws of the land. ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം കൊടുക്കണം. To whom tribute must be given, we have to give tribute. മാനം കൊടുക്കേണ്ടവന് മാനം കൊടുക്കണം. To whom honor, we must bestow honor. അത് മാത്രമല്ല, Not only this, ഏത് രാഷ്ട്രീയ പാർട്ടികൾ ദേശത്ത് ഭരണം നടത്തിയാലും ശരി, whichever political party comes to power in the land, അധികാരത്തിൽ ഇരിക്കുന്നവരെ നമ്മൾ അംഗീകരിക്കണം. we have to honor the things, those who are in power. അവരെ നമ്മൾ മാനിക്കണം. We have to honor them. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, Because the word of God says so. ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ല. Other than God, there is no power in this earth. അതുകൊണ്ട് ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കട്ടെ. Therefore, all men should be subject to higher authorities. അതാണ് ദൈവസഭയ്ക്കുള്ള പ്രമാണം എന്ന് This is പറയുന്നത്. the concept for the church of അത് God. മാത്രവുമല്ല, Not only this, രാജ്യത്തിന്റെ ഭരണാധികാരികളെ സംബന്ധിച്ച് when we come to the rulers of the earth, ദൈവത്തിന്റെ സഭയ്ക്ക് വ്യക്തമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. the church of God has a definite responsibility. അപ്പോസ്തല വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് തന്റെ ലേഖനം എഴുതുമ്പോൾ അത് പറയുന്നു. When apostle is writing to Timothy, അവൻ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. to the rulers of the earth, he should pray. അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യണം. He should offer praises. രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. To the kings of the earth, പട്ടാള മേധാവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. for the captains of the earth. അത് ദൈവസഭയുടെ It ഉത്തരവാദിത്വമാണ്. is the responsibility of the church of God.
ഞങ്ങൾ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. We are fulfilling that obligation. നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. We are praying for this land. നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി We are പ്രാർത്ഥിക്കുന്നുണ്ട്. praying for the prime minister. നമ്മുടെ രാഷ്ട്രപതിക്ക് വേണ്ടി We are പ്രാർത്ഥിക്കുന്നുണ്ട്. praying for the president. നമ്മുടെ പാർലമെന്റിന് വേണ്ടി We are പ്രാർത്ഥിക്കുന്നുണ്ട്. praying for the parliament. നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി We are പ്രാർത്ഥിക്കുന്നു. praying for our chief minister. ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് വേണ്ടി We are പ്രാർത്ഥിക്കുന്നുണ്ട്. praying for the leaders of the opposition. നമ്മുടെ ജനപ്രതിനിധികൾക്ക് വേണ്ടി We പ്രാർത്ഥിക്കുന്നു. are praying for the representatives of the land. ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. Because it is the responsibility God has given to the church. പക്ഷെ ഞങ്ങൾ ഒരിക്കലും അധികാരത്തിൽ കൈയടത്താൻ ശ്രമിച്ചിട്ടില്ല. But we will never put our hands in power. അത് ദൈവത്തിന്റെ സഭയ്ക്ക് അനുവദിച്ചിട്ടില്ല. This is not for the church of God. ബാബിലോണിന്റെ ശക്തി എന്ന് പറയുന്നത് The power of Babylon. അവർ അധികാരത്തിന്റെ അപ്പക്കഷണം പങ്കിടുവാൻ ശ്രമിക്കും. They wanted to partake of the bread of authority. അവരുടെ സമുദായത്തിന്റെ പേര് പറഞ്ഞവർ ജനപ്രതിനിധികളെ വാങ്ങിക്കും. Telling the name of the society, they want to purchase representatives. അവർ സ്വന്തം സമുദായത്തിന്റെ പേരിൽ MLA വേണം. In their name of the denomination, they need an MLA. സ്വന്തം സമുദായത്തിന്റെ പേരിൽ MP വേണം. In the name of the denomination, they need an MP. സ്വന്തം സമുദായത്തിന്റെ പേരിൽ മന്ത്രി വേണം. They need a minister in the name of their society. ഇത് ഭൂമിയിലെ രാജാക്കന്മാരുമായിട്ടുള്ള This വേശ്യാവൃത്തിയാണ്. is the fornication with the kings of the earth. ദൈവത്തിന്റെ സഭയ്ക്ക് അത് പറഞ്ഞിട്ടില്ല. It is not for the church of God. ദൈവത്തിന്റെ സഭ വിശുദ്ധമാണ്. The church of God should be holy. എന്ന ബാബിലോണിയ സഭ എന്താണ് ചെയ്യുന്നത്? But what does this Babylonian church do? ഭൂമിയിലെ രാജാക്കന്മാരുമായിട്ട് അധികാരം പങ്കിടുന്നു. She is parting of the power with its kings of the earth. ആധുനിക ലോകത്ത് ജീവിക്കുന്ന ദൈവത്തിന്റെ ജനമേ, Oh, people of God living in the spiritual world. രാഷ്ട്രീയവും മതവും കൂട്ടിക്കുഴയ്ക്കുന്നത് കാണുമ്പോൾ You see, when we mix politics with the religion, ഒരു യാഥാർത്ഥ്യം നിങ്ങൾ you should മനസ്സിലാക്കിയോ? make a truth understand. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ബാബിലോണിയ ശക്തിയാണ്. It is the powers of Babylon that is prevailing. അത് മാത്രവുമല്ല, Not only this, ഇപ്പോൾ ഭരണാധികാരികളുമായിട്ട് സഖ്യം കൂടുന്നവർ when we are having allegiance with the rulers of the earth, ഇനി ഭാവിയിൽ ഈ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുവാൻ എതിർക്രിസ്തു കടന്നു വരും. when Antichrist is coming to take government of this world, അന്ന് എതിർക്രിസ്തുവുമായിട്ടും അവർ സഖ്യത ചെയ്യും. they will have allegiance with Antichrist. അന്ന് ലോകത്തുള്ള സകല ക്രിസ്ത്യാനികളെ എതിർക്രിസ്തുവിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കും. And all the Christians of this world will be handed over to the Antichrist. അവർക്ക് വ്യക്തമായൊരു മത നേതാവും ഉണ്ടായിരിക്കും. He will have a definite spiritual leader. തിരുവനന്തപുരത്തിൽ അവന്റെ കള്ളപ്രവാചകൻ എന്ന് പറയുന്നു. In the scriptures, he is mentioned as the false leader. ആകയാൽ സഭ ആത്മീകമായ കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ. Let the church think of spiritual things. ഭരണാധികാരികൾ രാജ്യം ഭരിക്കട്ടെ. Let the rulers of the land rule the land. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Shall we pray for them? നമുക്ക് അവിടെ നിയമങ്ങൾക്ക് Shall കീഴടങ്ങിയിരിക്കാം. we be submissive to the laws of the land? ദൈവത്താൽ അവർ അധികാരം പറ്റുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം. By God they come to power. അവരുമായിട്ട് അധികാരം പങ്കിടുവാൻ നമ്മൾ പോകരുത്. Let us not be partakers of their power and authority. ദൈവസഭയ്ക്ക് അനുവദിച്ചിട്ടില്ല. It is not for the church of God. ബാബിലോണിന്റെ It ശക്തിയാകും. is the power of Babylon. അവൾ ഭൂമിയിലെ രാജാക്കന്മാരുമായി വേശ്യാവൃത്തി He is നടത്തുന്നു. committing fornication with the kings of the earth. എന്റെ ജനമേ, അവിടെ പാപങ്ങളെ വിട്ടു പോരുവീൻ. Oh my people, come out of her sins. അവിടെ ബാധകളിൽ പങ്കാളികളാവാതിരിപ്പാൻ അവളെ വിട്ടു പോരുവീൻ. Come out of her that ye may not be partaker of her plagues. ആകയാൽ ബാബിലോണിന്റെ ശക്തിയെ മനസ്സിലാക്കിക്കൊള്ളണം. We should understand the powers of Babylon. അന്ത്യകാലത്ത് ക്രിസ്തീയ ഗോളത്തിൽ ശക്തിയായി In the last വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. days it is prevailing as a power in the Christian world. കേരളത്തിൽ ജീവിക്കുന്ന നമ്മോടൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. We should not be reminded who are living in Kerala. മതവും രാഷ്ട്രീയവും കൂടിക്കുഴയ്ക്കുന്നത് പത്രധാര നമ്മൾ ഓരോ ദിവസവും Through the കണ്ടുകൊണ്ടിരിക്കുകയാണ്. dailies we know that politics is being mixed with the religion. തമ്പുരാൻ വിടത്തില്ല. But the Lord will not leave us. ദൈവത്തിന്റെ ന്യായവിധിയുടെ കുതിരകൾ പുറപ്പെട്ട് കഴിഞ്ഞു. The horses of God's judgment have already proceeded. കറുത്ത കുതിരകൾ വടക്കോട്ട് പുറപ്പെട്ട് The black കഴിഞ്ഞു. horses have gone to the north country. അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? What will happen to them? ദൈവത്തിന്റെ ന്യായവിധി ബാബിലോണിന്റെ മേൽ ഇറങ്ങും. The judgment of God will come upon Babylon. വീണുപോകുന്ന ക്രിസ്തീയ സമൂഹങ്ങളുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങും. The fallen churches, the judgment of God will descend. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് When അറിയാമോ? will this happen? എതിർ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിട്ട് When Antichrist will come into this world. അവൻ ഈ ലോകത്തിന്റെ അധികാരം പിടിച്ചെടുത്ത് When he takes the കഴിഞ്ഞിട്ട് power of Antichrist. ഈ മഹതിയാം ബാബിലോൺ അവരുമായിട്ട് സഖ്യത ചെയ്യും. This Babylon the Great will have allegiance with Antichrist. ഒരു കാലയളവ് അവരുമായി ചേർന്ന് ഭരിക്കും. And together with Antichrist they will rule this world for a time. എന്നാൽ എതിർ ക്രിസ്തുവുമായി പിന്നീട് അവർ തെറ്റുവാനിടയായി But then they will have break their deal. വെളിപ്പാട് പുസ്തകം 17:16 In വരുമ്പോൾ Revelation 17:16, അവിടെ നമ്മൾ കാണുന്നത് what do we see? എതിർ ക്രിസ്തു അവനോട് ദേഷിക്കും. And Antichrist will വെളിപ്പാട് wrath with her. 17:16 വായിച്ചോട്ടെ. നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദ്വേഷിച്ച് അതിനെ ദേഷിച്ചിട്ട് അടുത്തത്
ശൂന്യവും നഗ്നവുമാക്കി ആ. അവളുടെ മാംസം തിന്നുകളയും, ആ. അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. ഇതാണ് ബാബിലോണിന് സംഭവിക്കാൻ പോകുന്ന ന്യായവിധി എന്ന് This പറയുന്നത്. is the judgment that will happen to Babylon. എതിർ ക്രിസ്തു ഒരിക്കൽ അവൾക്കെതിരായി തീരും. And Antichrist will turn against her അവളെ ശൂന്യവും നഗ്നവുമാക്കി തീർക്കും. and make her desolate and naked. എന്ന് വെച്ചാൽ ഏതുമില്ലാത്തതാക്കി തീർക്കും. She will make her nothing. ഇന്ന് അധികാരത്തിന്റെ അപ്പകഷ്ണം പങ്കുവെച്ചുന്നവർ ദൈവത്തിന്റെ ന്യായവിധി വരുമ്പോൾ ഏതുമില്ലാത്തവരായി തീരും. Now they are partaking of the cake of power, but when the judgment of God come, they will come brought to nothing. അവർ നഗ്നരായി തീരും. They will be made naked. എന്ന് വെച്ചാൽ ലജ്ജാവിഷയമാക്കി അവരെ മാറ്റും. They will be made an object of shame. അവരുടെ മാംസം തിന്നും. And he will eat her flesh. എന്ന് വെച്ചാൽ If you mean by this, എതിർ ക്രിസ്തു അധികാരത്തിൽ ഏറ്റുകടിക്കുമ്പോൾ when he will come to ഈ power, ബാബിലോണിന്റെ സമ്പത്തുകളെല്ലാം പിടിച്ചെടുക്കും. he will take the wealth of Babylon, വീടുപോയ ക്രിസ്തീയ സമൂഹങ്ങളുടെ സമ്പത്തുകളെല്ലാം എതിർ ക്രിസ്തു the പിടിച്ചെടുക്കും. wealth of the fallen Christian church, അവിടെ ധർമ്മസ്ഥാപനങ്ങളൊക്കെ പിടിച്ചെടുക്കും. all the religious institutions, അവിടെ കോളേജുകളൊക്കെ പിടിച്ചെടുക്കും. all the colleges, അവിടുത്തെ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ all പിടിച്ചെടുക്കും. the financial institutions, എതിർ ക്രിസ്തു ഇത് മുഴുവനും സ്വന്തം കൈക്കലാക്കും. and it will be the hands of Antichrist, അവരുടെ മാംസം തിന്നുകളയും. and he will eat her flesh, ഏതുമില്ലാത്ത അവസ്ഥയിൽ ഒളിവിൽ അവൾ എത്തിച്ചേരുവാൻ and she ഇടയായി will be തീരും. brought to nothing. അവൾ തീ കൊണ്ട് She ദഹിപ്പിക്കപ്പെടുവാൻ will be ഇടയായി തീരും. burnt with fire. ആകയാൽ മഹതിയാം ബാബിലോണ് ദൈവത്തിന്റെ ന്യായവിധിയുണ്ട്. Therefore there is the judgment of God for Babylon the Great. ദൈവകൃപയിൽ നിന്ന് വീടുപോകുന്ന ക്രിസ്തീയ സമൂഹങ്ങൾക്ക് ദൈവത്തിന്റെ ന്യായവിധിയുണ്ട്. For all the churches fallen from grace, there is the judgment of God. സമയം കടന്നു പോകുന്ന അടുത്ത ഭാഗത്തേക്ക് Shall we come to the next portion? വെളിപ്പാട് 18 വരുമ്പോൾ When we come to Revelation 18, ബാബിലോണിന്റെ ശക്തി വാണിജ്യ മണ്ഡലത്തിലും the വ്യാപരിക്കുന്നുണ്ട്. power of Babylon in the business world. വാണിജ്യ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ബാബിലോണിന്റെ ശക്തിയെ കുറിച്ച് 18 അധ്യായത്തിൽ നമുക്ക് പഠിക്കാം. In the 18th chapter, we can study of the powers of Babylon in the business world. ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ഇതെല്ലാവർക്കും വ്യക്തമായിട്ട് We അറിയാം. who are living in the modern world know these things. വിവിധങ്ങളാകുന്ന അശുദ്ധിയാൽ വാണിജ്യ വ്യവസായിക മണ്ഡലം മലിനപ്പെട്ടിരിക്കുന്നു. And already the business world and the institutions have been defiled by much impurities, അഴിമതിയും അക്രമം നടമാടിക്കൊണ്ടിരിക്കുന്നു. by corruption and wickedness. കൊലപാതകങ്ങൾ നിത്യ സംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. Murders are day-to-day events. വാണിജ്യ മണ്ഡലത്തിൽ കിടമത്സരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. And fierce competition in the business world. അത് മാത്രവുമല്ല, Not only this, വാണിജ്യ മണ്ഡലത്തിൽ ബാബിലോണിന്റെ ശക്തി വ്യാപരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുവാൻ ഏറ്റവും നല്ലൊരു തെളിവ് ഞാൻ തരാം. an indicator that the powers of Babylon are already working in this business world. ഇന്നത്തെ ലോകത്തെ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് നോക്കിയാൽ മതി. When we draw attention to the supermarkets of the world, ഇത് എവിടേക്ക് തിരിഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റുകളാണുള്ളത്. and they are becoming hypermarkets. പഴയകാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. In the olden times, it was not so. നേരത്തെ ഒരാൾ സാധനം വാങ്ങിക്കുവാൻ കടയിലേക്ക് പോയി കഴിഞ്ഞാൽ If someone had to purchase something, ഒരു കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങും. he will buy grocery from one shop, അവിടുന്ന് നടന്ന് അടുത്ത കടയിൽ പോയി പലചരക്ക് വാങ്ങും. and then grocery from another shop, പിന്നെ മത്സ്യം വാങ്ങിക്കണമെങ്കിൽ വീണ്ടും നടന്നു പോയേ സാധിക്കത്തുള്ളൂ. fish from the third shop, തുണിക്കടയിൽ വരണമെങ്കിൽ വീണ്ടും അടുത്ത ബസ് കയറി and വരേണ്ടിയിരിക്കും. garments from a textile shop. രാവിലെ തൊട്ട് വൈകിട്ട് വരെ കറങ്ങിയാലേ അവിടുത്തെ പർച്ചേസിംഗ് From പൂർത്തിയാവത്തുള്ളൂ. morning to even, he will have to shop around. എന്നാൽ ഇന്നത്തെ ലോകത്തിലേക്ക് ചിന്തിച്ചാട്ടെ, But in this modern world, ഒരു കൂരയ്ക്ക് കീഴിൽ ഇതെല്ലാം ലഭിക്കും. under one roof we obtain everything. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ടതെല്ലാം ഒരൊറ്റ കൂരയ്ക്ക് കീഴിൽ ലഭിക്കും. Everything under one roof. അവന് വേണ്ട തുണിത്തരങ്ങൾ അവിടെ ലഭിക്കും. All the kinds of garments, പലചരക്കുകൾ അവിടെ ലഭിക്കും. all the kinds of equipments. അവന്റെ ജീവിതത്തിൽ വേണ്ട സകല സാധനങ്ങളും ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ലഭിക്കും. Under one roof he will get everything for his essential for his life. ഹൈപ്പർ മാർക്കറ്റുകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. Hypermarkets are growing. അത് ബാബിലോണിന്റെ ശക്തിയാകുന്നു. These are the power of Babylon. വെളിപ്പാട് പുസ്തകം 18 അധ്യായത്തിലേക്ക് വരുമ്പോൾ Revelation 18, when we 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ read from 11 to 14, ഒരു കൂരയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന 13 കടകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. inside one roof we can see 13 kinds of shops. 18 മുതൽ 14 വരെ വായിച്ചാൽ Shall we read? ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടുംചുവപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പ് സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളവും ഇരുമ്പും മർമ്മര കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം, ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തുരുക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മാനുഷ്യദേഹം, മാനുഷ്യപ്രാണൻ എന്നീ ചരക്ക് ഇനിയും ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി കരഞ്ഞു ദുഃഖിക്കുന്നു. നീ കൊതിച്ച കായികനിയും നിന്നെ വിട്ടുപോയി,
സ്വാദും ശോഭയും ഉള്ളതെല്ലാം നിനക്കില്ലാതെയായി. നമ്മൾ വായിച്ച വേദഭാഗത്തേക്ക് വരുമ്പോൾ When we draw attention to this scripture, ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന 13 സ്റ്റോറുകളെ നമുക്ക് കാണുവാൻ 13 സാധിക്കും. kinds of different stores under one roof. അവിടെ സ്വർണ്ണക്കടകളുണ്ട്, There are merchandise of gold അവിടെ രത്നവ്യാപാരമുണ്ട്, and also merchandise of precious stones, പട്ടുവസ്ത്രങ്ങൾക്ക് പ്രത്യേക സെക്ഷൻ ഉണ്ട്, and also for silk, വിവിധതരം തുണിത്തരങ്ങൾ അവിടെ വിൽക്കുന്നുണ്ട്, for various kinds of garments, വിലയേറിയ കരകൗശല വസ്തുക്കൾ അവിടെ ലഭിക്കും, various kinds of equipments, എല്ലാവിധമായ വീട്ടുപകരണങ്ങളും ഫർണിച്ചറുകളും അവിടെ ലഭിക്കും, all the household equipments and furniture, സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള all സ്റ്റോറേജുകളുണ്ട്, kinds of orders and frankincense, പലചരക്കുകൾക്ക് പ്രത്യേകിച്ചുള്ള സ്റ്റോറേജുകളുണ്ട്, different storage for provision, വിവിധതരം കോൾഡ് സ്റ്റോറേജുകൾ ഇവിടെ different kinds പ്രവർത്തിക്കുന്നുണ്ട്, of cold storage, വാഹനങ്ങളുടെ ഷോറൂമുകൾ ഇവിടെ and also പ്രവർത്തിക്കുന്നുണ്ട്, for exhibiting vehicles, മനുഷ്യ ശരീരത്തിന്റെ അവയവങ്ങൾ വിൽക്കുന്ന കടകൾ വരെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, and also organs of human bodies, രക്തബാങ്കുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, blood banks, വിവിധതരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുടെ സ്റ്റോറുകൾ ഇവിടെ and ഉണ്ടായിരിക്കും. vegetable and fruit marts ഇതൊക്കെ ഒരൊറ്റ മേൽക്കൂരയ്ക്കകത്ത് ലഭിക്കും. under one roof. ഇതൊക്കെ കാണണമെങ്കിൽ കൊച്ചിയിലോട്ട് വന്നാൽ മതി. If you have to view, come to Cochin. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, When you see all these things, ബാബിലോണിന്റെ ശക്തി കടന്നു വന്നു കഴിഞ്ഞു. the power of Babylon has already come. വാണിജ്യ മണ്ഡലത്തെ ബാബിലോൺ കീഴടക്കി കഴിഞ്ഞു. They're already in the business world, she has dominated. സദാം ഹുസൈൻ ജീവിച്ചിരിക്കുമ്പോഴേ When Saddam Hussein was living, ലോക വാണിജ്യ കേന്ദ്രം ഇറാഖിൽ പണിയുവാൻ താൻ ശ്രമിച്ചു. he wanted to build a world trade center in Iraq. 60 മില്യൺ ഇഷ്ടികകൾ താൻ ഇറക്കി. He downloaded 60 million bricks, സദാം ഹുസൈൻ എന്ന് പേരെഴുതി അതിനകത്ത് ഒപ്പിട്ടു. and he also put his signature, Saddam Hussein. 21 മൈൽ സമചതുരത്തിൽ താൻ വേൾഡ് സെന്റർ, ട്രേഡ് വേൾഡ് സെന്റർ പണിതു. And 21 square miles he constructed the building, ലോക വ്യാപാരത്തിന് സകല വാണിജ്യ സാധനങ്ങൾ വിൽക്കുവാൻ താൻ ശ്രമിച്ചു. so that he could sell everything for world commerce. പക്ഷെ അത് പൂർത്തിയാകുമ്പോൾ താൻ കൊല്ലപ്പെട്ടു But പോയി. before it was finished, he had to die. എന്നാൽ അത് സംഭവിക്കും. But it will take place. ഇറാഖ് ബാബിലോണിന്റെ ഒരു ഭാഗമാണ്. Iraq is a part of Babylon. എതിർക്രിസ്തു ലോകത്തിൽ അധികാരത്തിലേക്കുമ്പോൾ Antichrist will come to power, ലോക വാണിജ്യ കേന്ദ്രം ഇവിടെ സ്ഥാപിക്കപ്പെടും. and he will establish the business center of the world. പക്ഷെ ദൈവം തമ്പുരാൻ അടങ്ങിയിരിക്കത്തില്ല. But the Lord will not keep his peace. അവന്റെ കറുത്ത കുതിര ബാബിലോണിലേക്ക് പായുന്നുണ്ട്. His black horses are proceeding towards Babylon. എന്തിനു വാണിജ്യ ബാബിലോണിലെ ദൈവം തമ്പുരാൻ ന്യായം വിധിക്കണം? Why is he God judging this business world? അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. There is a definite reason for it. വെളിപ്പാട് 18:5 In വരുമ്പോൾ Revelation 18:5, അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, what do we read? അവളുടെ പാപം ആകാശത്തോളം Her കുന്നിച്ചിരിക്കുന്നു, sins have reached unto heaven, അവളുടെ അകൃത്യം ദൈവം ഓർത്തിരിക്കുന്നു. and God hath remembered her iniquities. വാണിജ്യ ബാബിലോണിന്റെ പാപം ആകാശത്തോളം The കുന്നിച്ചിരിക്കുന്നു. sins of the business Babylon has reached unto heaven. ദൈവം അവളുടെ അകൃത്യത്തെ ഓർത്തിരിക്കുന്നു. God has already remembering her sins. വാണിജ്യ മണ്ഡലത്തിൽ നിന്ന് മ്ലേച്ഛതകൾ നടമാടിക്കൊണ്ടിരിക്കും. In the business world, abominations are prevailing. നമുക്കറിയാമല്ലോ, We know വാണിജ്യ മണ്ഡലത്തിലെ പാർട്ടികൾ നടത്തുന്നതിന് വേണ്ടി to have cocktail parties in business world, പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ബുക്ക് ചെയ്യുന്നു. and they are booking 5-star hotels, അവിടെ വെച്ച് മദ്യം വിളമ്പുന്നു. and they are serving wine, അവിടെ വെച്ച് ആഭാസകരമായി നൃത്തങ്ങൾ ചെയ്യുന്നു. and they are having dance parties, എന്ന് മാത്രമല്ല ആഭാസകരമായ സംഗീതങ്ങൾ അവിടെ and ഒഴുകിക്കൊണ്ടിരിക്കുന്നു. also filthy music. പരസ്പര കരങ്ങൾ ചേർത്ത് പിടിച്ച് നൃത്തം They are ചെയ്യുന്നു. holding hands one to another and dancing, അവർ മദ്യം നുകർന്നുകൊണ്ടിരിക്കുന്നു. and they are serving liquor, അവിടെ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. and they are beating them with their feet, മ്ലേച്ഛതകൾ നടമാടുകയാണ് ചെയ്യുന്നത്. and the abominations are prevailing. കമ്പനിക്ക് ലാഭമുണ്ടായാൽ ആഘോഷിക്കുന്നത് ഇങ്ങനെ. And so that when the company has a gain, they celebrate in this manner, സംഗീതക്കാരുടെ ശബ്ദം ഇവിടെ കേൾക്കുകയാണ് and ചെയ്യുന്നത്. the sound of the musicians have already reached. വെളിപ്പാട് 18:22 In Revelation 18:22, അവിടെ വൈദികന്മാരുടെ ശബ്ദം കേൾക്കുന്നു. the song of the harpers, കുഴലൂത്തുകാരുടെ ശബ്ദം ഇവിടെ the song കേൾക്കുന്നു. of the pipers, വാദ്യക്കാരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. song of the other instruments, കാഹളക്കാരുടെ ശബ്ദം കേൾക്കുന്നു. song of the trumpeters, മ്ലേച്ഛമായ സംഗീതങ്ങൾ ഒഴുകുകയാണ്. all the filthy instruments. പക്ഷെ തമ്പുരാൻ ന്യായം വിധിക്കും. But God will judge. ദൈവം അത് എഴുതി വച്ചിരിക്കുന്നു. God has already written it. അവരുടെ പാപം ആകാശത്തോളം Her കുന്നിച്ചിരിക്കുന്നു. sins have reached unto heaven. ദൈവം അത് ഓർത്ത് വെച്ചിട്ടുണ്ട്. God has already remembered അത് it. മാത്രവുമല്ല, Not only this, ഇന്ന് വാണിജ്യ മണ്ഡലത്തിൽ കടന്നു വന്നിരിക്കുന്ന മറ്റൊരു ദുഷ്ടശക്തിയുണ്ട്. another evil power in the business അത് world. ബാബിലോണിൽ നിന്ന് വന്നതാണ്. It has already come from Babylon. അത് ആഭിചാരവും ക്ഷുദ്രപ്രയോഗവുമാണ്. It is witchcraft and sorcery. ദുർമന്ത്രവാദവും ആഭിചാരവും വാണിജ്യ ലോകത്തിൽ കടന്നു വന്നിരിക്കുന്നു. Witchcraft and sorcery in Babylon. വെളിപ്പാട് 18:2 In വരുമ്പോൾ Revelation 18:2, അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, what do we read? അത് ദുർഭൂതങ്ങളുടെ And പാർപ്പിടമായിരിക്കുന്നു. it is the cage of every unclean spirit, സകല അശുദ്ധാത്മാക്കളുടെ തടവായിരിക്കുന്നു. and the habitation of devils, അറപ്പും അശുദ്ധിയുമുള്ള പക്ഷികൾ അവിടെയുണ്ട്. and all unclean and hateful bird will dwell there. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം, What is the meaning of the written there? Here, ദുർഭൂതങ്ങളും അശുദ്ധാത്മാക്കളും
and devils and evil spirits, അറപ്പും വെറുപ്പുമുള്ള പക്ഷികള്, and a hateful and unclean bird. ഇതൊക്കെ ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്നതാണ്. These are the use for witchcraft, ക്ഷുദ്ര പ്രയോഗത്തിന് for ഉപയോഗിക്കുന്നത്. sorcery. വാണിജ്യ മണ്ഡലങ്ങളിൽ ഇതൊക്കെ In the കീഴ്പ്പെടുത്തിയിരിക്കുക. business world already this has been dominated. വാണിജ്യ മണ്ഡലത്തിൽ മാത്രമല്ല, Not only in the business world, സിനിമാ ലോകത്തിനും ഇത് കടന്നു in വന്നിട്ടുണ്ട്. the cine world also, കായിക മണ്ഡലങ്ങളും ഇത് in കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നു. the music world also, ആധ്യാത്മിക രംഗത്തും ഇത് കടന്നു വന്നിരിക്കുക. even in the spiritual world it is penetrating, അന്ധവിശ്വാസങ്ങൾ കൊണ്ട് ഭൂതലം നിറയപ്പെട്ടിരിക്കുന്നു. full of superstitions. ശത്രുവിനെ തകർക്കുവാൻ ആഭിചാരം ചെയ്യുന്നു. To defeat the enemy we are using witchcraft, സ്വന്തം വ്യവസായത്തിന്റെ അഭിവൃദ്ധിക്ക് ക്ഷുദ്രപ്രയോഗം നടത്തുന്നു. and having witchcraft for a development in business. ഇത് ആധ്യാത്മിക മണ്ഡലത്തിലും കടന്നു വന്നിരിക്കുന്നു. Even in the spiritual world this has penetrated. എത്രയോ കുടുംബങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു. So many families are being destroyed. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയെ മനസ്സിലാക്കണം. We have to make understand the power beneath all these things. ഇത് ബാബിലോണിന്റെ ശക്തിയാകുന്നു. These are the powers of Babylon. അത് അവരെ സാത്താന്യ ആരാധനയിലേക്ക് It will നയിക്കുകയാണ് lead them to ചെയ്യുന്നത്. the worship of Satan. സാത്താന്യ ആരാധന ലോകത്ത് വർദ്ധിച്ചു Satan വന്നുകൊണ്ടിരിക്കുന്നു. worship has already prevailed in the world. ലോകത്തിലെ അനേക പ്രമുഖ വ്യവസായികൾ സാത്താന്യ ആരാധനക്കാരാണ്. So many prominent businessmen are Satan worshippers. ഒരിക്കലും ഒരു സാത്താന്യ ആരാധനക്കാരനായ വ്യവസായിയുമായിട്ടുള്ള ഇന്റർവ്യൂ ഞാൻ വായിക്കുവാനിടയായി. Once I had happened to read an interview of a businessman who was a Satan worshipper. പത്രക്കാരൻ തന്നോട് ഇപ്രകാരം ചോദിച്ചു, The interviewer asked him like this: നിങ്ങൾ എന്തിനാണ് ഈ സാത്താനെ ആരാധിക്കുന്നത്? Why are you worshipping Satan? താൻ പറഞ്ഞ മറുപടി ഇതാണ്, The reply he gave: സാത്താൻ എനിക്ക് ഒരു ദോഷവും ചെയ്തിട്ടില്ല. Satan has not done any evil to me. സാത്താനെ ആരാധിച്ചതിന് ശേഷം എന്റെ ബിസിനസ് അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട്. After worshipping Satan, my business has progressed. അത് സാത്താന്റെ ഒരു തന്ത്രമാണ്. It is a tactic of the devil. മനസ്സിലാക്കിക്കൊള്ളണം. You should understand. പണ്ട് യേശുവിന്റെ അടുക്കൽ ഇതേ തന്ത്രവുമായിട്ട് അവർ കടന്നു വന്നടാ. He approached Jesus with the same tactic. വീണെന്നെ ഒന്ന് നമസ്കരിച്ചാ മതി, Just fall and worship me. ഇതൊക്കെ തരാമെന്ന് യേശുവിനോട് I'll പറഞ്ഞു. give everything to you. തമ്പുരാനൊരു നിന്നുകൊടുത്തില്ല. But Jesus did not yield to it. അവിടെ തന്ത്രങ്ങളെ He മനസ്സിലാക്കിക്കൊള്ളണം. understood his weapons. ദൈവം വെറുക്കുന്ന പാപങ്ങളായി ഇതൊക്കെ. These are the things which God hates. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ When we come to Exodus, 22-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തില് in the 22nd chapter, the 18th verse, ദൈവം ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു പ്രമാണം God has കൊടുത്തിട്ടുണ്ട്. given a definite doctrine concerning these things. ശുദ്രക്കാരത്തിയെ ജീവനോടെ വെച്ചേക്കരുത്. You should not make a witch to be live. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. This is the precept of God. ആവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ When we come to Deuteronomy 18-ാം അധ്യായം 10-ാം വാക്യത്തില് 18:19, ദൈവം കുറെ കൂടെ കർക്കശമായി ഇത് പറയുന്ന കാണുവാൻ God is സാധിക്കും. even very severe concerning these things. പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, And also a necromancer, മന്ത്രവാദി, ആഭിചാരകൻ, and all these people, വെളിച്ചപ്പാട് ലക്ഷണം പറയുന്നവൻ, and those who are telling signs and wonders, ഇങ്ങനെ ഉള്ളവരെന്ന് നിങ്ങളുടെ ഇടയിൽ കാണരുതെന്ന് these പറഞ്ഞിരിക്കുന്നു. people should not even live among you. അവരെ നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളഞ്ഞേക്കണം. You should remove them from you. ആത്മിക മണ്ഡലത്തിലും ഒരു പരിധി വരെ ഇതൊക്കെ കടന്നു In the വന്നിട്ടുണ്ട്. spiritual world also these have come to a certain level. ഇടയ്ക്ക് എനിക്ക് അറിയാൻ കഴിഞ്ഞ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാ. There is a horrifying news in the last days. ചില ക്രിസ്തീയ സമൂഹങ്ങളിൽ പൗരോഹിത്യത്തിന് വേണ്ടി ചിലരെ പരിശീലിപ്പിക്കുമ്പോൾ They are training them for priesthood. അവിടെ പൗരോഹിത്യത്തിന്റെ പരിശീലനത്തിന്റെ ഭാഗമായി മന്ത്രവാദവും കൂടെ They are പഠിപ്പിക്കുന്നവരാണ്. also teaching them witchcraft. മറന്നുപോകല്ലേ, ബാബിലോണിന്റെ You ശക്തിയാണ്. should not forget this, the power of Babylon. രാജാവായ ശൗലൊരിക്കൽ മന്ത്രവാദിയെ തിരക്കിപ്പോയി. Once King Saul went to consult with a witch. സംഭവിച്ചത് അവിടെ അവന്റെ രാജാധികാരം പോലും നഷ്ടപ്പെട്ടു പോയി. He lost his kingship. ആകയാൽ എന്റെ ജനമായുള്ളവരെ, Oh my people, അവരുടെ പാപങ്ങളിൽ കൂട്ടാളികളാകരുത്. be not partaker of her sins. അവരുടെ ബാധകളിൽ ഓഹരിക്കാൻ അവതരിപ്പാൻ Be not partaker of her plagues. അവളെ വിട്ട് പോരുവാൻ പറഞ്ഞിരിക്കുന്നു. It is spelled, come out of her. അത് മാത്രമല്ല, Not only this, ദൈവം എന്തുകൊണ്ട് വാണിജ്യ ബാബിലോണിനെ ന്യായം വിധിക്കണം? why is he judging the business world? വെളിപ്പാട് 18:24 Revelation 18:22, വാണിജ്യ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന കൊലപാതകത്തിന്റെ ആത്മാവ്, the spirit of murder prevailing in the business world. അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, It is mentioned so, പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും രക്തം അവളിലാണ് കണ്ടത്. the blood of the holy apostles and saints was found in her. ഭൂമിയിൽ കൊല്ലപ്പെട്ട സകലരുടെയും രക്തം അവളിലല്ലോ കണ്ടതെന്ന് And all പറഞ്ഞിരിക്കുന്നു. the blood of the people murdered in heaven was found in her. കൊലപാതകത്തിന്റെ ആത്മാവ് ലോകത്തിലേക്ക് വന്നത് ബാബിലോണിൽ The നിന്നാണ്. spirit of murder has come from Babylon. ഹാബേലിന്റെ കാലം മുതൽ കൊല്ലപ്പെട്ട സകലരുടെയും രക്തം അവളോട് ദൈവം ചോദിക്കും. And God will ask all the blood killed from the time of Abel. ഭൂമിയിൽ കൊല്ലപ്പെട്ട സകലരുടെയും രക്തം അവളിലല്ലോ കണ്ടിരിക്കുന്നു. Everyone killed in this earth, the blood is found in her. വാണിജ്യ ലോകത്ത് എത്രമാത്രം കൊലപാതകങ്ങൾ നടക്കുന്നു. How much murders in the business world. വ്യവസായ ലോകത്ത് കഥ പറയുന്നത് തോക്കുകളാകുന്നു. And they using guns, they are giving the answers.
സമ്പത്തിന്റെ മറവിൽ ഗുണ്ടാസംഘങ്ങൾ പ്രവർത്തിക്കുന്നു. And they have hooligans for using their wealth. കൊട്ടേഷൻ ടീമുകൾ പ്രവർത്തിക്കുന്നു. And quotation teams are also pervading. അധോലോക സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. Underworld societies. രാജ്യാന്തര ക്രിമിനൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. International criminals. കേരളം പോലും ഇതിന് ഒരിക്കലും വിഭിന്നമല്ല. And Kerala is also not different from this condition. കുപ്രസിദ്ധമായ എത്രയോ കൊലപാതകങ്ങൾ കേരളത്തിൽ നമ്മൾ കണ്ടുകഴിഞ്ഞു. Notorious crimes in Kerala we have witnessed. വ്യവസായിക ലോകത്ത് കുടിപ്പകകൾ വർദ്ധിച്ചു വരികയാണ്. And also this hatred in the business world. അവർ പരസ്പരം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. They are killing each other. അത് മാത്രമല്ല, Not only this. അവർ വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവരിൽ കാണുന്നു. And she has found in her the blood of the holy apostles and prophets. വിശുദ്ധന്മാരെയും പ്രവാചകന്മാരെയും കൂടെ അവർ കൊല്ലുമെന്ന്. They are killing the apostles and prophets. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? When will this take place? യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ട് When Jesus comes to this earth. ക്രിസ്തുവിന്റെ തിരുസഭ ഇവിടെ എടുക്കപ്പെടും. And the church of Christ will be caught up. അതിനുശേഷം എതിർ ക്രിസ്തു ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കും. And Antichrist will take part of the world. 7 വർഷം അവൻ ഈ ലോകത്തെ ഭരിക്കും. 7 years he will rule this world. കർത്താവ് യേശുക്രിസ്തുവിന്റെ രഹസ്യവരവെങ്കിൽ During the secret rapture of the Lord. തിരുസഭ പൂർണ്ണമായിട്ട് എടുക്കപ്പെടത്തില്ല. And the church will not be caught up fully. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ അതിന്റേതായ ചില യോഗ്യതകൾ. There are certain qualifications to be caught up in the coming of the Lord. ഞാൻ രക്ഷിക്കപ്പെട്ട അതുകൊണ്ട് കർത്താവിന്റെ വരവിൽ പോകുമെന്ന് ചിന്തിക്കരുത്. Do not think I am saved, I will be caught up at the coming. ഞാൻ പാരമ്പര്യമായ ക്രിസ്ത്യാനി അതുകൊണ്ട് ഞാനും കർത്താവിന്റെ വരവിൽ കാണുമെന്ന് I am a ചിന്തിക്കരുത്. traditional Christian, I will also be caught up. Do not think. യേശുവിന്റെ വരവിൽ പോകണമെങ്കിൽ അതിന് ചില യോഗ്യതകളുണ്ട്. There are certain qualifications to be caught up at the coming of the Lord. ദൈവത്തിന്റെ വചനം അത് വ്യക്തമായി പറയുന്നു. The word of God is clearly mentioning the things. ഒന്നാമത് മാനസാന്തരപ്പെട്ടേ First, മതിയാവത്തുള്ളൂ. you have to repent of your sins. അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ The times of ignorance he hath winged at. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് But കൽപ്പിക്കുന്നു. now commandeth every man everywhere to repent. കർത്താവിന്റെ വരവിൽ പോകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മാനസാന്തരപ്പെട്ടേ If you മതിയാവും. have to be caught up at the coming of the Lord, you have to repent. വീണ്ടും ജന്മം പ്രാപിക്കാത്ത ഒരൊറ്റ വ്യക്തിക്ക് ദൈവരാജ്യം കാണാൻ You സാധിക്കും. have to be born again to see the kingdom of heaven. മാനസാന്തരപ്പെട്ടാൽ മാത്രം പോരാ, Not only you have to repent, വിശ്വസിച്ച് ജലസ്നാനം you സ്വീകരിക്കുക. have to believe and accept the water baptism അഭിഷിക്തരായി വിശുദ്ധന്മാരുടെ കൈക്കീഴിൽ under the hands of anointed servants of God. യേശു യോർദാൻ നദിയിൽ ഇറങ്ങി സ്നാനപ്പെട്ടതുപോലെ Jesus was dipped in River Jordan and baptized, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് and having yielded to the command of God, സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കണം. and you have to have a life in unison with the baptized Christ. അത് മാത്രം പോരാ, Not only this, വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ you have പ്രാപിക്കണം. to believe and receive the Holy Ghost അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മ ശക്തിയെ with പ്രാപിക്കണം. the sign of speaking in tongues. ഈ പരിശുദ്ധാത്മ ശക്തി ആ കർത്താവിന്റെ വരവിന് നമ്മെ യോഗ്യരാക്കി And this is the തീർക്കണം. power of the Holy Ghost that will make us worthy to be caught up at the coming of the Lord. ഈ ശക്തിയാലാണ് നമ്മൾ And ഉയർപ്പിക്കപ്പെടുന്നത്. by this power we will be transformed. ഈ ശക്തിയാലാണ് നമ്മൾ By രൂപാന്തരപ്പെടുന്നത്. this power we will be regenerated. ചിന്തിച്ചു നോക്കണം, എങ്ങനെ കർത്താവിന്റെ വരവെങ്കിൽ You എടുക്കപ്പെടും. have to think how you will be caught up at the coming of the Lord. ഇപ്പപ്പൊഴുതിൽ ആകാശ മണ്ഡലങ്ങളെ കടന്ന് അപ്പുറത്ത് പോകും. In a twinkling you have to pierce through the clouds and go. എങ്ങനെ സാധിക്കുമെന്ന് How will this take place? നമുക്ക് എല്ലാവർക്കും അല്പാൽപമൊക്കെ ശാസ്ത്രങ്ങളൊക്കെ We അറിയാം. know a little bit of science. ഈ ഭൂമിക്ക് അതിന്റെ ഒരു ആകർഷണ ശക്തിയുണ്ട്. This earth has a gravitational power of its own. പത്രങ്ങളിലൊക്കെ നമ്മൾ In the വായിക്കാറുണ്ട്, papers also we read. ഉപഗ്രഹം വിട്ടിട്ട് മേളിപ്പോയില്ല താഴോട്ട് വന്നെന്ന്. And the satellite has been launched but it came down. എന്നാൽ ചിലതങ്ങ് കയറി പോവുകയും ചെയ്തു. But certain things will be launched up. അതിന്റെ കാരണം എന്തെന്നറിയാമോ? What is the thing for it? ഭൂമിക്ക് എല്ലാ വസ്തുക്കളും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കാൻ And ശക്തി. the earth has a gravitational power to attract everything towards the center of gravity. ഭൂമിയുടെ ആകർഷണ ശക്തിക്ക് മേലുള്ള ശക്തി ഉണ്ടെങ്കിലേ അപ്പുറത്തേക്ക് കടന്നു There is a power beyond the gravitational power of the earth. ഭൂമിയുടെ ആകർഷണ ശക്തിക്ക് അതീതമായ ശക്തി നിറച്ചാണ് റോക്കറ്റ് കടത്തിവിടുന്നത്. And they are launching rockets which has power but beyond that power of the earth's gravitational force. അതുകൊണ്ടാണ് താഴോട്ട് വരാതെ മേലോട്ട് പോകുന്നത്. That is why it is not coming down but going up. ഒരു കടുകനെ എടുത്തൊന്ന് പറത്തി വിട്ടു നോക്ക്, If you fly an eagle, അതിന് ചിറകുകൾക്ക് ശക്തിയുണ്ട്. there is power beneath its wings. അത് ഗുരുത്വാകർഷണത്തെ ഭേദിച്ച് അപ്പുറത്തേക്ക് കടന്നു പോകും. And it will cross the bonds of this gravitational power and fly. എന്നാൽ വണ്ണമുള്ള ഒരു കോഴി എടുത്തൊന്ന് പറത്തി But you വിട്ടു take a hen അത് രണ്ട് ചിറകടിച്ചിട്ട് താഴെ കിടക്കാം. and it will beat its wings and flap and fall down. ഗുരുത്വാകർഷണത്തെ ഭേദിക്കാനുള്ള ശക്തി അതിന്റെ It does not have the power to cross the bounds. കർത്താവിന്റെ വരവിൽ ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് At പറക്കണം. the coming of the Lord we should fly from here to heaven. ഈ ആകാശ മണ്ഡലത്തെ ഭേദിച്ച് കടന്നു We have to penetrate through the heavenlies. വെറുതെ കരങ്ങളടിച്ച പോവത്തില്ല. Not only by clapping hands we can go. അവിടെ ഉയർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ശക്തി വ്യാപരിച്ച A മതിയാവും. power should dominate in us that we should be transported. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ശക്തി, The power which resurrected Jesus from the dead. ആ ശക്തിയാൽ നാം ഗുരുത്വാകർഷണത്തെ ഭേദിക്കും. By that power we will be released from that gravitational ആ force. ശക്തി
ശക്തിയെന്നും സ്വർഗത്തിലേക്ക് By എത്തിച്ചേരും. that power we will reach into heavens. വിശ്വസിക്കുന്ന മക്കൾ കരങ്ങളെടുത്ത് ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ആകയാൽ ഇന്ന് രാത്രികാലം ഒരു യാഥാർത്ഥ്യം Therefore മനസ്സിലാക്കുക. make understand the truth this night. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ആരെങ്കിലും ഇവിടെ Or ഉണ്ടെങ്കിൽ who have not received the Holy Ghost, പെട്ടെന്ന് വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ you have to believe and accept the Holy Ghost. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ കർത്താവിന്റെ വരവിൽ പോകും. If you receive the Holy Ghost, don't think you will be caught up at the coming. പ്രാപിച്ചവർക്ക് വീണ്ടും ചില യോഗ്യതകളുണ്ട്. Certain other qualifications. എബ്രായ ലേഖനം 9:28 Revelation 9:28. അവിടെ പറഞ്ഞിരിക്കുന്നു, What is written there? കർത്താവിന്റെ വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കണം. We have to ardently wait for the coming of the Lord. അങ്ങനെ തന്നെ ക്രിസ്തു ഒരിക്കലായി നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടു. And for once he was offered unto us. ഇനി തന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വീണ്ടും വരും. And those who are ardently waiting for him, he will appear a second time. കർത്താവിന്റെ വരവിൽ പോകണമെങ്കിൽ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. Those who have to be caught up have to ardently wait for his coming. അതാ 2 തിമോഥെയോസ് 4:8 പൗലോസ് പറയുന്നത്. That is what is mentioned in 2 Timothy 4:8. അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വയ്ക്കുന്ന ഏവർക്കും കൂടെ All those who love his appearing. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വയ്ക്കണം. All those who love the appearing of Jesus അവന്റെ Christ. പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. We have to wait his appearing. എങ്ങനെയാണ് കാത്തിരിക്കേണ്ടതെന്ന് How അറിയാമോ? shall we tarry for his appearing? 1 കൊരിന്ത്യർ 1:7 In 1 Corinthians 1:7, അവിടെ വിശുദ്ധ പൗലോസ് പറയുന്നു, what does St. Paul say? യാതൊരു കൃപാവരത്തിലും So that കുറവില്ലാത്തവരായി he lagged behind in no gift, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കും. waiting ardently for the coming of the Lord. ഒരു കൃപാവരത്തിലും കുറവില്ലാതെ So that he be lacking in no gift, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കും. waiting for the coming of the Lord. അവർക്കേ കർത്താവിന്റെ വരവിൽ Only those will be caught up at the coming of the Lord. അന്ത്യകാലത്തൊരു തലമുറ എഴുന്നേൽക്കും. In the last generation, a generation will rise. വിശുദ്ധ പത്രോസ് യൂദയും അത് പ്രവചിച്ചിട്ടുണ്ട്. St. Peter and St. Jude have prophesied. എന്താണ് ആ തലമുറയുടെ പ്രത്യേകത? What are the qualifications of this generation? അവർ പരിഹാസികളായിരിക്കും. They will be mockers. അവരൊരു ചോദ്യം ചോദിക്കും. They will be backbiters. എന്താ ചോദിക്കുന്ന ചോദ്യം? What will they ask back? കർത്താവ് വരുന്നെന്ന് എത്ര വർഷമായിട്ട് They are പ്രസംഗിക്കുന്നു? preaching Jesus is appearing. ഇതുവരെ വന്നില്ലല്ലോ. Till now he has not come. ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? Where is the hope of his coming? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം The fathers have already slept. സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നല്ലോ Right from the beginning of the creation, everything is so now. എന്ന് പറഞ്ഞുകൊണ്ട് And having said this, അന്ത്യകാലത്ത് in the last days, പരിഹാസത്തോടെ പരിഹാസികൾ എഴുന്നേറ്റ് വരും. and mockers will arise mockingly. കർത്താവ് വരുന്നുവെന്ന് പറഞ്ഞിട്ട് വരാത്തത് എന്തെന്ന് Why is Jesus ചോദിക്കും. not coming? And after having said he will come, മനസ്സിലാക്കിക്കൊള്ളണം. you should understand, ഇതാ വരാറായി കഴിഞ്ഞിരിക്കുക. Jesus is already coming. ആരെങ്കിലും ചോദിക്കാണ്ട് പെട്ടെന്ന് ചോദിച്ചോ. And if you want to ask, you can ask. കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു. Jesus is coming very soon. ആകയാൽ അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് കാത്തിരിക്കും. Therefore we have to ardently wait for his coming. അത് മാത്രം പോരാ. Not only this, എബ്രായ ലേഖനം 10 അധ്യായത്തിന്റെ 24 വാക്യത്തിൽ in Hebrews 10:24 when we read, അവിടെ മറ്റൊരു യോഗ്യത പറയുന്നു. another qualification is mentioned. സഭായോഗം മുടക്കുന്നവർ കർത്താവിന്റെ വരവിൽ പോകത്തില്ല. Those who do not gather in the assemblies, they will not be caught up at the coming. നാൾ അധികമാകുന്നുവെന്ന് കാണുന്നോ As the day is approaching near, നിങ്ങൾ അധികമായി സഭായോഗത്തിൽ പങ്കെടുക്കുകയും you should come for the assembling of the saints. സഭായോഗം മുടക്കുന്നവർ കർത്താവിന്റെ വരവിൽ കാണത്തില്ല. Those who forsake the gathering of the saints will not be caught up at the coming. 1 കൊരിന്ത്യർ 11:26 1 Corinthians 11:26. തിരുവത്താഴത്തിൽ പങ്കുചേരാത്തവർ കർത്താവിന്റെ വരവിൽ Those who are not എടുക്കപ്പെടത്തില്ല. caught up in the Holy Communion will not be caught up at the coming. പഴയ വിശ്വാസിയൊക്കെ ആയിരിക്കും. You might be an old believer, തിരുവത്താഴം എടുത്തിട്ട് 15 വർഷമായി. but you have not taken part of the communion for 15 years. കാഹള ശബ്ദം കേൾക്കത്തില്ല. You will not hear the sound of the trumpet. കർത്താവിന്റെ വരവിൽ പോകണമോ തിരുവത്താഴത്തിൽ If you have to be caught up at the coming, you have to hear the trumpet sound. 1 തെസ്സലോനി 3:12 1 Thessalonians 3:12. അവിടെ പറഞ്ഞിരിക്കുന്നു, What is it mentioned? തമ്മിൽ സ്നേഹിക്കുന്നവരാണ്. Love everyone fervently. തമ്മിൽ സ്നേഹിക്കാത്തവർക്ക് കർത്താവിന്റെ വരവിൽ Those who do not love each other will not be caught up. 2 തിമോഥെയോസ് 4:2 2 Timothy 4:2. അവിടെ പറഞ്ഞിരിക്കുന്നു, What is it mentioned? സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുന്നവരാവണം. Be ready in season, out of season. അവർക്ക് മാത്രമേ കർത്താവിന്റെ വരവിൽ പോകുവാൻ Only those can be caught up at the coming of the Lord. യാക്കോബ് 5:8 James 5:8. കർത്താവിന്റെ വരവരെ ദീർഘക്ഷമയോടെ ഇരിക്കണം. We have to patiently wait for the coming of the Lord. 1 യോഹന്നാൻ 3:3 1 John 3:3. തന്നെത്താൻ നിർമ്മലീകരിച്ച് സൂക്ഷിക്കുന്നവർ Those who purify themselves shall be caught up at the coming. ലൂക്കോസ് 21:36 Luke 21:36. ഉണർന്നും പ്രാർത്ഥിച്ചും You ജീവിക്കുന്നവർ shall have to wait and ardently and pray and be caught up. ഇങ്ങനെയുള്ളവരെ കർത്താവിന്റെ വരവിൽ Only these people will be caught up at the coming of the Lord. അവർ വിശ്വാസിയാണ്.
ആണെന്ന് പറഞ്ഞാലും ശരി, even if you say you are a believer, സ്നാനം എടുത്തിട്ടുണ്ട്, you might have been baptized, പരിശുദ്ധാത്മാവിനെ you might പ്രാപിച്ചത്, have received the anointing, കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകും. but you will be forsaken at the coming. അങ്ങനെയുള്ളവർക്ക് പിന്നെ എന്താ What സംഭവിക്കുന്നത്? will happen to them? എതിർ ക്രിസ്തു ലോകഭരണം ഏറ്റെടുക്കും. Antichrist will be in charge of the അവൻ world. അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ He will be in power, അവന്റെ നയം വ്യക്തമാക്കും. and he will make for his rules exactly. ഒന്ന് അവന്റെ പ്രതിമയെ നമസ്കരിക്കും. First, we have to worship his image. രണ്ട് 666 എന്ന പൈശാചിക മുദ്ര നെറ്റിമേലോ കൈമേലോ ഏൽക്കണം. The demonic number 666 should be stamped in the arm or in the forehead. അത് ഏൽക്കാത്തവർക്ക് All those who do not receive that number, വലിയവനാണെങ്കിലും whether ചെറിയവനാണെങ്കിലും, great or small, സ്വതന്ത്രനാണെങ്കിലും whether ദാസനാണെങ്കിലും, bond or free, ആണാണെങ്കിലും whether പെണ്ണാണെങ്കിലും, male or female, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആരാണെങ്കിലും ശരി, whoever living in this earth, ഒന്നും വാങ്ങുവാനും വിൽക്കുവാനും they സാധിക്കും. cannot buy nor sell. വല്ലതും വാങ്ങി കഴിക്കണോ? If they have to eat something, 666 എന്ന മുദ്രയേറ്റേ പറ്റത്തുള്ളൂ. they will have to take the seal, the number. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകുന്ന വിശ്വാസി, Oh believer who will be forsaken at the coming of the അവന്റെ Lord, അവസ്ഥ എന്തായിരിക്കും? what will be his condition? അവൻ അതിനൊരിക്കലും സാധിക്കത്തില്ല. He will not happen such a thing. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകുമ്പോൾ അവന്റെ ഹൃദയത്തിൽ നിരാശയുണ്ടാകും. A discouragement will happen in his heart, ഒരു പരിഭ്രമം അവനെ പിടികൂടും. a horrifying situation. ഇനി അവന്റെ ഹൃദയത്തിൽ ഒരൊറ്റ വാഞ്ചയുള്ളൂ, There is only one more desire. എങ്ങനെയെങ്കിലും രക്തസാക്ഷിയെ മരിക്കണം. Somehow I should be a martyr. അതുകൊണ്ട് അവർ എതിർ ക്രിസ്തുവിന്റെ പ്രതിമയെ നമസ്കരിക്കത്തില്ല. Therefore he will not worship the image of the Antichrist. 666 എന്ന മുദ്ര ഏൽക്കത്തില്ല. He will not receive the number of his image. വാണിജ്യമണ്ഡലം മുഴുവൻ ഭരിക്കുന്നത് ബാബിലോൺ. All the business world is being governed by Babylon. വല്ലതും വാങ്ങിക്കണമെങ്കിൽ ബാബിലോൺ തീരുമാനിക്കണം. If you have to buy something, decision by Babylon. വിൽക്കണമെങ്കിൽ ബാബിലോണിന്റെ ശക്തി തീരുമാനിക്കണം. If you have to sell something, decision decided by Babylonish power. മുദ്രയില്ലാത്തവർക്ക് ഇതൊന്നും If you സാധിക്കത്തില്ല. do not have the seal, it will not take place. ഒടുവിൽ എന്ത് സംഭവിക്കും? Finally, what will happen? 3.5 വർഷത്തിനിടയിൽ അവർ കൊല്ലപ്പെടും. Within 3.5 years, they will be martyred. അവരുടെ രക്തം തെരുവുകളിൽ ഒഴുകുവാൻ Their blood will be ഇടയായി. sprinkled in the streets. കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് കണ്ടു. God is viewing from heaven. വിശുദ്ധന്മാരുടെ പ്രവാചകന്മാരുടെ രക്തം ബാബിലോണിനോട് ദൈവം The ചോദിക്കും. holy apostles and prophets, God will avenge, require that blood. കാരണം അവരാണ് വാണിജ്യ ലോകത്തെ Because കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. they have dominated, subjugated the business world. ആകയാൽ ദൈവം അവരെ ന്യായം വിധിക്കും. God will judge them. അത് മാത്രമല്ല, Not only this, വെളിപ്പാട് 18:3 വരുമ്പോൾ Revelation 18:3, ദൈവം അവരെ ന്യായം വിധിക്കുന്നതിന് മറ്റൊരു കാര്യമുണ്ട്. another reason to judge them. വാണിജ്യ ബാബിലോണിന്റെ ന്യായവിധിക്ക് മറ്റൊരു കാരണം. There is another thing for this commercial vehicles. അവിടെ നമ്മൾ വായിക്കുന്നത്, What do we read? അവർ ഭൂമിയിലെ രാജാക്കന്മാരുമായി വേശ്യാസംഗം ചെയ്യും. She has committed fornication with the kings of the earth. വാണിജ്യ ലോകവും രാഷ്ട്രീയ ലോകവും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട്. There is an unholy allegiance between politics and religion. ഇന്ത്യയിലെ നല്ല ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ ഇത് Not only in India but in everywhere. ലോകത്തെ മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും ഭരണം നിയന്ത്രിക്കുന്നത് വ്യവസായികളാണ്. All the national parties, their politics are being governed by business world. അവിടുത്തെ ഫണ്ട് തീരുമാനിക്കുന്ന വ്യവസായിക ലോകമാണ്. The fund is being accumulated by the business world. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? So what will happen? വ്യവസായിക ലോകത്തിൽ അശുദ്ധി അഴിമതിയും So വർദ്ധിക്കും. impurity, corruption in the business sphere. രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ അടിമകളായി തീരും. So the political leaders are there subjugated to them. ഭൂമിയിലെ രാജാക്കന്മാരുമായിട്ട് അവർ വേശ്യാവൃത്തി And നടത്തുന്നു. she is committing fornication with the kings of the earth. എത്രയോ കൈക്കൂലികളാണ് രാഷ്ട്രീയ രംഗത്ത് നടക്കുന്നത്. In the political arena, so many bribes. പത്രങ്ങൾ എടുത്തി അതിന്റെ വിചാരണകൾ മാത്രമേ കാണുവാൻ In the സാധിക്കൂ. newspapers, only the judgments are we reading. പക്ഷെ രാഷ്ട്രീയ ലോകം ഒരു യാഥാർത്ഥ്യം But മനസ്സിലാക്കണം. the political world should understand one fact. അധികകാലം ഇത് മുന്നോട്ട് പോകത്തില്ല. For a long time it will not proceed. സ്വർഗത്തിൽ ഒരുത്തരത് കാണുന്നുണ്ട്. One from heaven is viewing. അവരിതിന് ശിക്ഷാവിധി കൊടുക്കുക തന്നെ He ചെയ്യും. will definitely judge. അത് മാത്രമല്ല, Not only this, വാണിജ്യ ലോകത്തും മറ്റൊരു ശക്തി വ്യാപരിക്കും. another power prevailing in this world, ഒരു അഹങ്കാരത്തിന്റെ ആത്മാവ്. a spirit of pride. അത് വാണിജ്യ ബാബിലോണിനെ കീഴ്പ്പെടുത്തുന്നു. It is subjugating the Babylonish power. വെളിപ്പാട് 18:7 വരുമ്പോൾ Revelation 18:7. അവൾ ഇപ്രകാരം പറയുന്നു, What do we read? ഞാൻ രാജ്ഞിയായിരിക്കുന്നു, I am a queen. ഞാൻ വിധവയല്ല, I am no more a ഞാൻ widow. ദുഃഖം കാണുകയില്ല. I will not see ഞങ്ങൾ sorrow. ഹൃദയത്തിൽ പറയുക, She is saying in her heart, എനിക്കൊന്നും പേടിക്കാനില്ലെന്നേ. I have not to fear anything. ഇഷ്ടം പോലെ സമ്പത്ത് ബാങ്കിൽ കിടപ്പുണ്ട്, Because much amount in the bank കോടിക്കണക്കിന് ഡോളർ എനിക്കുണ്ട്, and crores of dollars. ഞാൻ രാജ്ഞിയായിരിക്കുന്നു. I am sitting as a queen. അവൾ ഹൃദയത്തിൽ സമ്പത്തിനെ കുറിച്ച് പ്രശംസിക്കുക. She is having boast concerning her wealth. പണ്ട് ബാബിലോൺ രാജാവ് അങ്ങനെ പ്രശംസിച്ചു. Once a king of Babylon, he prided. നെബൂഖദ്നേസർ ചക്രവർത്തി His name was Nebuchadnezzar. അവന്റെ അരമനയുടെ മട്ടുപ്പാവിലേക്ക് വന്നിട്ട് He came to the canopy of his palace. അവൻ ബാബിലോൺ പട്ടണത്തെ ഒന്ന് നോക്കി. He viewed the city of Babylon. അതിന്റെ മഹത്വമെല്ലാം കണ്ടിട്ട് അവൻ പറഞ്ഞു, He saw all the wealth and pomp of Babylon. ഇതെന്റെ പ്രതാപത്തിന്റെ മഹത്വത്തിനായിട്ട് I have made it in my എന്റെ greatness. രാജധാനിയായി I പണിതിരിക്കുന്നു. have made it as
my palace. മഹതിയാം ബാബിലോണാണ്. Babylon the Great. പറഞ്ഞു തീർന്നതേ ഓർമ്മയുള്ളൂ. He just finished his sentence. തലയ്ക്കകത്ത് എന്തോ കറങ്ങുന്ന പോലെ And something confusion in his head. ആള് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. And he left out of his house. നേരെ കാട്ടിലോട്ടാ. Then he went to the forest. രാജവസ്ത്രമൊക്കെ ഊരിക്കളഞ്ഞു. He removed his garments. കാട്ടുമൃഗങ്ങളുടെ കൂടെ He is വസിക്കുന്നു. living with the wild beasts. 7 വർഷം ഭ്രാന്തനായി തീർന്നു. For 7 years he lived as a ഒരു lunatic, മാനസിക രോഗിയായിട്ടവൻ മാറ്റപ്പെട്ടു. as a psychic patient. ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങി. The judgment of God. കാണിച്ച ബാബിലോണിൽ അത് സംഭവിക്കും. In the business world it is happening. എന്താണ് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത്? What is happening here? വെളിപ്പാട് 18 8 മുതൽ 10 വരെ Revelation 18 from 8 to 10. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. We read it here. ഒരു മണിക്കൂർ കൊണ്ട് ചമ്പുരാൻ വാണിജ്യ ബാബിലോണിനെ ന്യായം വിധിക്കും. In 1 hour he will destroy this business world. മരണവും ദുഃഖവും പിടികൂടും. And fear and death. സംഗീതക്കാരുടെ ശബ്ദം ഇനി അവന് The കേൾക്കത്തില്ല. sound of musicians will no longer be heard. രാഷ്ട്രീയ നേതൃത്വം അവളെ ചൊല്ലി The വിലപിക്കും. political leaders will cry. അവിടെ നഗരത്തിന്റെ പുക പൊങ്ങിക്കൊണ്ടിരിക്കും. The fire of a torment is reaching upward to heaven. വാണിജ്യ മണ്ഡലത്തിലേക്ക് ദൈവത്തിന്റെ ന്യായവിധി The കടന്നു judgment വരുന്നു. of God in the business world. കറുത്ത കുതിരകൾ ബാബിലോണിലേക്ക് The black പുറപ്പെട്ടിരിക്കുന്നു. horses are proceeding to Babylon. വെളുത്തവ അവയുടെ പിന്നാലെ The white പുറപ്പെട്ടിരിക്കുന്നു. horses are following them. ആത്മീക ബാബിലോണിന് ദൈവത്തിന്റെ ന്യായവിധിയുണ്ട്. The spiritual Babylon, the judgment of God. വാണിജ്യ ബാബിലോണിന് ദൈവത്തിന്റെ In ന്യായവിധിയുണ്ട്. the business Babylon also the judgment of God. ദർശനത്തിന്റെ അടുത്ത In ഭാഗത്തേക്ക് the വരട്ടെ. second part of the vision. സക്കറിയാവ് 6:6 Zechariah 6:6. നമ്മുടെ സക്കറിയാവ് നോക്കുമ്പോൾ When Zechariah is viewing, പുള്ളിയുള്ളവ തെക്കേ ദേശത്തേക്ക് the പുറപ്പെട്ടു. grizzled went to the south country. പുള്ളിയുള്ള കുതിരകൾ തെക്കേ ദേശത്തേക്ക് The പുറപ്പെട്ടു. grizzled went to the south country. സക്കറിയാവ് 6:6 വായിച്ചു. Zechariah. കറുത്ത കുതിരകളുള്ളത് വടക്കേ ദേശത്തിലേക്ക് പുറപ്പെട്ടു, വെളുത്തവ അവയുടെ പിന്നാലെ പുറപ്പെട്ടു, അടുത്തത്. പുള്ളിയുള്ളവ തെക്കേ ദേശത്തേക്ക് പുറപ്പെട്ടു. പുള്ളിയുള്ളവ തെക്കേ ദേശത്തേക്ക് പുറപ്പെട്ടു. The black horses went to the grizzled went to the south country. ഏതാണ് ഈ തെക്കേ ദേശം? Which is the south country? അത് ഈജിപ്ത് അഥവാ മിസ്രയീമിനെ It is known വെളിപ്പെടുത്തുന്നു. as Egypt or ഈജിപ്തിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങും. the judgment of God in Egypt. എസെക്കിയേൽ 30:19 Ezekiel അവിടെ 30:19. തമ്പുരാൻ ഈജിപ്തിനെ നോക്കി പറയുന്നു, God is viewing into Egypt and saying, ഞാൻ മിസ്രയീമിൽ എന്റെ ന്യായവിധികളെ I നടത്തും. will make my judgments in Egypt. ഞാൻ യഹോവയെന്ന് അന്ന് അവർ അറിയും. They shall know that I am the Lord. എന്തിന് ദൈവം മിസ്രയീമിനെ ന്യായം Why വിധിക്കണം? is he executing judgments in Egypt? അതിന് വ്യക്തമായ കാരണമുണ്ട്. There is a definite reason. ഇസ്രായേലിലേക്കെന്ന് മാത്രമല്ല, Not only in Israel, മുഴു ലോകത്തിലും in the whole world. വിഗ്രഹാരാധനയും മിഥ്യാമൂർത്തി സേവയും കൊണ്ടുവന്നത് ഈജിപ്റ്റാണ്. Idolatry and witchcraft from Egypt. ഈജിപ്തിൽ നിന്നാണ് വിഗ്രഹാരാധന ലോകത്തിലേക്ക് വന്നത്. Idolatry has been penetrated in the world from Egypt. മിഥ്യാമൂർത്തികളുടെ സേവ അവിടെ നിന്നാണ് വന്നത്. And the worshipping of idols from Egypt. ഇസ്രായേലിലേക്കും ഈ ദുഷ്ടശക്തി കടന്നു വന്നത് This evil ഈജിപ്തിൽ നിന്ന്. power to Israel also from Egypt. അതുകൊണ്ട് ചമ്പുരാനവരെ ന്യായം വിധിക്കും. Therefore God will judge her. ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നു. When Israel came out of Egypt, അവർ ചെങ്കടൽ കടന്നു. she crossed Red Sea, ദൈവത്തിന്റെ അത്ഭുതത്തെ കണ്ടു. saw the miraculous hand of God, സിനായി പർവ്വതത്തിന്റെ അടിവാരത്തിൽ വന്നു. came to the footsteps of Mount മോശ Sinai, പർവ്വതത്തിൽ കയറിപ്പോയി. and Moses climbed up into the mountain. 40 സംവത്സരം ദൈവത്തോടു കൂടെ ജീവിക്കും. 40 days he was with the Lord. പർവ്വതത്തിന്റെ അടിവാരത്തിൽ ഇസ്രായേൽ മക്കൾ നിൽക്കുന്നു. In the bottom of this mount, the Israelites were there. അവർ അഹരോന്റെ അടുക്കിലേക്ക് ചെന്നു. They came to Aaron. ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന മോശയെ കാണുന്നില്ല. We do not know what has happened to that fellow. ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ദൈവത്തെ ഉണ്ടാക്കി Make a തരിക. God for us that he may go before us. അഹരോൻ പറഞ്ഞു, പൊന്നും വെള്ളിയും എല്ലാം കൊണ്ടുവാ. Bring all your gold and silver. തുളി കൊണ്ട് ഭാഷ വരുത്തി. And they molded a calf. ഈജിപ്തിലെ ഒരു ദേവനെ ഉണ്ടാക്കി കൊടുത്തു. They made a god of Egypt. ഈജിപ്തുകാരുടെ ദേവനായിരുന്നു ആ കാളക്കുട്ടി. That bull, that calf was a god of Egypt. അതിനെ ഇസ്രായേൽ പാളയത്തിൽ പ്രതിഷ്ഠിച്ചു. And they dedicated it in the camp of Israel. അതോടുകൂടി അവർ വിഗ്രഹാരാധികളെ മാറ്റപ്പെട്ടു. They became idolaters. ഈജിപ്തിന്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ When we see the history of Israel, പുരാതന ഈജിപ്തില് the ancient Egypt, അതിന്റെ ഓരോ പട്ടണങ്ങൾക്കും ഒരു ദേവതകൾ in ഉണ്ടായിരുന്നു. every city there was a goddess. അത് മാത്രമല്ല, Not only this, പിൽക്കാലഘട്ടത്തിൽ in the after years, കാണുന്നതിനെ ഒക്കെ അവർ ദേവതകളായിട്ട് ആരാധിച്ചു. all those who they viewed, they worshipped as goddesses. മീനിനെ അവർ ദേവതയാണെന്ന് പറഞ്ഞു. Fish, a goddess. മുതലയും പൂച്ചയെ അവർ ദേവതകളായിട്ട് ആരാധിച്ചു. Crocodile and cat as goddesses. ആ മിഥ്യാമൂർത്തി സേവ ലോകത്തിൽ ആകമാനം കടന്നു This വന്നു. false idolatry penetrated the whole world. ഇസ്രായേലിലും അങ്ങനെയാണ് ബഹുദൈവ ആരാധന കടന്നു Therefore വന്നത്. in Israel also this multiple religion came. ദൈവത്തിനത് സഹിക്കാൻ കഴിഞ്ഞില്ല. God could not bear this. ക്രിസ്തീയ ഗോളത്തിൽ ഈ പൈശാചിക ശക്തി കടന്നിട്ടുണ്ട്. This demonic power in the Christian world. ഈജിപ്തിന്റെ ആത്മാവ് ക്രിസ്തീയ ഗോളത്തിലും The കടന്നിരിക്കുന്നു. spirit of Egypt in the Christian world. അനേക ക്രിസ്തീയ ദേവാലയങ്ങൾ രൂപങ്ങളെ കൊണ്ട് When we നിറഞ്ഞിരിക്കുന്നു. go to the Christian churches filled with images, അനേക ക്രിസ്തീയ ദേവാലയങ്ങൾ വിഗ്രഹങ്ങളെ കൊണ്ട് in നിറഞ്ഞിരിക്കുന്നു. so many houses filled with idols. അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് ചോദിക്കുന്നു, What does Apostle Paul say? ദേവാലയങ്ങൾക്ക് വിഗ്രഹങ്ങളോട്
എന്ത് യോഗ്യതയാണ്? What connection has temples with idols? അപ്പോസ്തലൻ വിശുദ്ധ യോഹന്നാൻ ചോദിക്കുന്നു. St. John is asking. 1 യോഹന്നാൻ 5:21 1 John 5:21. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളെ അകന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. Children, keep yourself from idols. മോശയോട് ദൈവം നേരിട്ട് ഇപ്രകാരം പറഞ്ഞു. God said to Moses directly. ആവർത്തനം 4:15 Deuteronomy 5:14. നന്നായി സൂക്ഷിച്ചുകൊള്ളുവീൻ. And beware, take heed. ഹോരേബിൽ തീയുടെ നടുവിൽ In the midst of the fire in Horeb, ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ when I was revealed unto you, നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. you did not see any likeness, അതുകൊണ്ട് ആണിന്റെയോ പെണ്ണിന്റെയോ neither of man or woman, ആകാശത്തിന് മുകളിലുള്ളതോ anything above the heaven, ഭൂമിയിലുള്ള യാതൊന്നിന്റെയോ or anything in the earth, സമുദ്രത്തിലുള്ള or യാതൊന്നിന്റെയോ anything in the seas. വിഗ്രഹം ഉണ്ടാക്കി Do പ്രതിഷ്ഠിക്കരുത്. not make any graven image and dedicate. അങ്ങനെ നിങ്ങൾ മ്ലേച്ഛതകൾ പ്രവർത്തിക്കരുത്. You should not do that abomination. ഇന്ന് ക്രിസ്തീയ ഗോളത്തിലും ഇത് കടന്നു In the വന്നിരിക്കുന്നു. Christian world, this has come. ദൂതന്മാരുടെ പ്രതിമകൾ ഉണ്ടാക്കുന്നു. They are consecrating images of idols, അപ്പോസ്തലന്മാരുടെ പ്രതിമകൾ ഉണ്ടാക്കി of the നമസ്കരിക്കുന്നു. apostles, യേശുവിന്റെ പോലും പ്രതിമകൾ ഉണ്ടാക്കി even of നമസ്കരിക്കുന്നു. Jesus himself. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈജിപ്തിന്റെ ശക്തിയാണ്. This is the power of Egypt dominating. തമ്പുരാൻ അവന്റെ പുള്ളിയുള്ള കുതിരകളെ ഈജിപ്തിലേക്ക് God അയച്ചിരിക്കുന്നു. is leading that grizzled horses towards Egypt. ദൈവം ഇസ്രായേലിന് ന്യായം വിധിക്കും. God will judge Egypt. യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ When we come to Isaiah, അതിന്റെ 19-ാം അധ്യായം in the 19th chapter, 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ from the first 5 verses, ഈജിപ്തിന് സംഭവിക്കുന്ന ന്യായവിധിയെ കുറിച്ച് what പറയുന്നു. will happen to Egypt? അവിടെ നമ്മൾ വായിക്കുന്നു, When we read, യഹോവ വേഗതയുള്ള മേഘത്തെ വാഹനമാക്കി and he has made the heavens his chariots, അവൻ മിസ്രയീമിലേക്ക് വരുന്നു. and he is coming to Egypt, മിസ്രയീമിലെ മിഥ്യാമൂർത്തികൾ അവന്റെ മുമ്പിൽ നടങ്ങും. and all the idols of Egypt will fall down before him, മിസ്രയീമിന്റെ ഹൃദയം ഉരുകി പോകും. and the Egyptians' hearts will melt. ദൈവത്തിന്റെ ന്യായവിധി മിസ്രയീമിൽ ആരംഭിച്ചു The judgment of God has already started in Egypt. സമീപകാലത്തെ രാഷ്ട്രീയ ചിത്രങ്ങൾ നോക്കിയാൽ In the last days, we can see the political scenario. യെശയ്യാ 19:2 Isaiah 19:2. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, What do we read? ഞാൻ മിസ്രയീമിനോട് കലഹിപ്പിക്കും. I will set the Egyptians against the Egyptians. കഴിഞ്ഞ കാലങ്ങളിൽ ഈജിപ്തിൽ സംഭവിച്ചത് എന്താ? We know everything what happened in Egypt. മിസ്രയീമിൽ ആഭ്യന്തര യുദ്ധം. A civil war in Egypt. ഹോസ്നി മുബാറക്ക് 30 വർഷം ഭരിച്ചു. Hosni Mubarak ruled for 30 years. ജനങ്ങൾ തെരുവിൽ ഇറങ്ങി. And the people came to the streets. ഗവൺമെന്റിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും. Two parties, one opposing and one in favor of the government. അവരെ തമ്മിൽ ഭേദിപ്പിച്ചു. And they fought against each other. രക്തപ്പുഴകൾ ഈജിപ്തിൽ ഒഴുകി. And even blood filled in Egypt. മാസങ്ങളോളം രക്തരൂക്ഷിതമായി വിപ്ലവം So പൊട്ടിപ്പുറപ്പെട്ടു. much months of violence erupted in Egypt. മുബാറക്കിനെ പുറത്താക്കി. And Mubarak was ousted. മുസ്ലിം ബ്രദർഹുഡ് ഗവൺമെന്റ് അധികാരത്തിലേക്ക് And വന്നു. the government of the Muslim Brotherhood came to power. ഇപ്പോൾ ജനങ്ങൾ വീണ്ടും തിരിഞ്ഞിരിക്കുന്നു. And now the people have stood against them. ജനങ്ങൾ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങി. The people have come to the streets. രക്തരൂക്ഷിതമായ വിപ്ലവങ്ങൾ ഈജിപ്തിൽ And നടക്കുന്നു. violence have bloody fightings have erupted. തമ്പുരാൻ പറഞ്ഞിട്ടുള്ളതാ, The Lord has already said, മിസ്രയീമിനോട് I will കലഹിപ്പിക്കും. set the Egyptians against the Egyptians. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കും. Already it has happened. അത് മാത്രമല്ല, Not only this, യെശയ്യാ 19:3 വാക്യത്തിലേക്ക് Isaiah വരുമ്പോൾ 19:3, മിസ്രയീമിന്റെ ചൈതന്യം അതിന്റെ ഉള്ളിൽ ഒഴിഞ്ഞു പോകുമെന്ന് വായിക്കുന്നു. and the spirit of Egypt shall fall in the midst of it. എന്താണ് മിസ്രയീമിന്റെ ചൈതന്യം അതിന്റെ ഉള്ളിൽ ഒഴിഞ്ഞു What is പോകുമെന്ന് the പറയുന്നത്? nourishment or the spirit of Egypt? ലോകചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. When we study the world history, ഒരു കാലഘട്ടത്തില് in one time, ഗ്രേറ്റ് ബ്രിട്ടനെ പോലെ ഗ്രേറ്റ് ബ്രിട്ടൻ just like Great Britain, ഈജിപ്തും ലോകശക്തിയായിരുന്നു. Egypt also was a power. പക്ഷേ കാലത്തിന് എന്ത് സംഭവിച്ചു? But in the duration of time, what happened? ബ്രിട്ടന്റെ പ്രതാപം നഷ്ടപ്പെട്ടു. Just as the pomp of Britain was left, യഥാർത്ഥ ഇന്ത്യ അമേരിക്കയും പോലും ബ്രിട്ടന്റെ കോളനിയായിരുന്നേ. once India and America was also colonies of Great Britain. ഇന്ന് ബ്രിട്ടൻ ഒരു സാധാരണ രാഷ്ട്രമായി Now മാറി. Great Britain is an ordinary nation. ഈജിപ്ത് ഒരു കാലത്ത് ലോകശക്തിയായിരുന്നു. Once Egypt was a superpower. എന്നാൽ തമ്പുരാൻ പറഞ്ഞു, But the Lord said, അതിന്റെ ചൈതന്യം അതിന്റെ ഉള്ളിൽ ഒഴിഞ്ഞു the പോകും. spirit shall fall in the midst of it. ആ പ്രവചന അക്ഷരം പ്രതി നിവർത്തിച്ചു. Naturally, literally that prophecy has been fulfilled. ഇന്ന് മിസ്രയീം ഒരു സാധാരണ രാഷ്ട്രം. Now Egypt is an ordinary nation. സാമ്പത്തിക ഭദ്രത പോലും അവർക്കില്ല. It does not have economic stability. ജനങ്ങൾ പൂർണ്ണമായിട്ടും തൃപ്തരല്ല ഇവിടെയുള്ളത്. The people are not fully satisfied. അത് മാത്രമല്ല, Not only this, അതിന്റെ 4-ാം വാക്യത്തിലേക്ക് in വരുമ്പോൾ the 4th verse, ദൈവം മിസ്രയീമിനെ മറ്റൊരു രീതിയിൽ ന്യായം വിധിക്കും. and God will judge Egypt in another manner. അവിടെ പറഞ്ഞിരിക്കുന്നു, It is mentioned, ഒരു ക്രൂര യജമാനന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും. I will give unto Egyptians into the hand of a cruel Lord. ഒരു ഉഗ്രനായ രാജാവ് അവരെ ഭരിക്കും. A fierce king shall rule over them. മിസ്രയീമിനെ ഒരു ക്രൂരനായ രാജാവ് ഭരിക്കും. A cruel king, ruler over Egypt. ഒരു ഉഗ്രനായ രാജാവ് അവരെ ഭരിക്കും. A cruel king shall have dominion. ആരാണ് ഈ ക്രൂര യജമാനൻ? Who is this cruel Lord? ആരാണ് ഈ ഉഗ്രനായ രാജാവ്? Who is this cruel king? അത് നിശ്ചയമായിട്ടും എതിർക്രിസ്തുവാണ്. This is definitely the Antichrist. എതിർക്രിസ്തു ഈജിപ്തിനെ ഭരിക്കും. He will judge, rule over Egypt. ഈജിപ്തിനെ ഭരിക്കുക മാത്രമല്ല, He will not only reign, ഈജിപ്തിനെ
തകർത്തുകളക ചെയ്യും. He will destroy the powers of Egypt. ദാനിയേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ When we come to Daniel, ഹർമഗദോൻ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തില് in one phase of the battle of Armageddon, ഹർമഗദോൻ യുദ്ധം നടത്തുവാൻ വേണ്ടി as the Armageddon fighting, നമ്മുടെ കർത്താവ് ഒലിവുമലയിലേക്ക് ഇറങ്ങി വരും. as Jesus will descend in the Mount of Olives, അവൻ ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുമ്പോൾ and is descending in the Mountain of Olives, എതിർ ക്രിസ്തു എവിടെയാണെന്ന് അറിയാമോ? where is this Antichrist? ദാനിയേൽ പ്രവചനത്തിലേക്ക് നമ്മൾ പോകണം. When we come to the book of Daniel, ദാനിയേൽ പ്രവചനത്തിലേക്ക് പോകുമ്പോൾ when we come to the book of Daniel, 11:42 in പറയുന്നു, 11:44, അവൻ മിസ്രയീമിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. he will have a dominion over Egypt, അവിടുത്തെ പൊന്നും വെള്ളിയും അവർ കവർ and ചെയ്തുകൊണ്ടിരിക്കുക. they are looting the gold and the silver, മിസ്രയീമിലെ മനോഹര വസ്തുക്കളൊക്കെ and all the precious കൈവശമാക്കിക്കൊണ്ടിരിക്കുക. things of Egypt they are looting, അവൻ മിസ്രയീമിനെ and തകർച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് they're destroying as they're destroying Egypt. ഇതാ മശിഹ പ്രത്യക്ഷപ്പെട്ടു വന്ന വാർത്ത അവന്റെ ചെവിയിലെത്തുന്നത്. And news will come that Messiah is being revealed. അവൻ നേരെ പാലസ്തീനിലേക്ക് പോകും. He will go immediately to ഒരു Palestine. ക്രൂരനായ രാജാവ് മിസ്രയീമിനെ ഭരിക്കും. A cruel king will lord over Egypt, മിസ്രയീമിന്റെ സമ്പത്ത് കൊള്ളയിടും. and the wealth of Egypt will be looted. അവിടുത്തെ മനോഹര വസ്തുക്കൾ കൈവശമാക്കും. All the precious things will be captured. 19:5 വാക്യത്തിലേക്ക് വരുമ്പോൾ In 1905, അവിടുത്തെ സമുദ്രം വറ്റിപ്പോകും. the sea will be swallowed up, നൈൽ നദി വറ്റിപ്പോകും. and the Nile river will be dried up, നൈൽ നദിക്ക് നാറ്റം പിടിക്കും. and it will stink, അവിടുത്തെ കൃഷികൾ മുഴുവനും തകർന്നു and the പോകും. agriculture, the crops will fail, മത്സ്യബന്ധന മേഖല തകർന്നു പോകും. and even the fisheries will fail, മിസ്രയീമിലെ ചണ വ്യവസായം ലോക പ്രസിദ്ധമാണ്. and the flax is world ആ renowned. ചണ വ്യവസായം മുഴുവനും തകർന്നു The പോകും. business of flax will also be ruined. അത് മാത്രമല്ല, Not only this, യെശയ്യാ 19:10 വാക്യത്തിലേക്ക് in വരുമ്പോൾ Isaiah 19:10, രാജ്യത്തിന്റെ തൂണുകളായിരിക്കുന്നവർ തകർന്നു and പോകും. those who are pillars of the kingdom shall be destroyed. മിസ്രയീമിലേക്ക് ദൈവത്തിന്റെ ന്യായവിധി വരുവാൻ പോകുന്നു. And immediately the judgment of God upon Egypt. പുലിയുള്ള കുതിരകൾ മിസ്രയീമിലേക്ക് പുറപ്പെട്ടു. Grizzled horses already to Egypt. തെക്കേ ദേശത്ത് അതിന്റെ ന്യായവിധി And in നടത്തും. the south country the judgment. ലോകത്ത് വിഗ്രഹാരാധന കൊണ്ടുവന്ന ഈജിപ്റ്റ്, And idolatry has come in the world from Egypt. മിഥ്യാമൂർത്തികളുടെ സേവ കൊണ്ടുവന്ന ഈജിപ്റ്റ് False images from Egypt. ദൈവത്തിന്റെ ന്യായവിധിക്ക് ഇരയായി തീരും. And she'll be subject to the judgment of God സമയക്കുറവുണ്ട്. അടുത്ത ഭാഗത്തേക്ക് because of വരട്ടെ. lack of time. ദർശനത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് In the second വരുമ്പോൾ part of the vision, സക്കറിയ 6:7 വാക്യത്തില് Zechariah 6:7, യോഹന്നാൻ സക്കറിയാവ് നോക്കുമ്പോൾ as Zechariah is viewing, കുരാൽ നിറമുള്ള കുതിര and the grizzled horses, ഭൂമിയിൽ ഊടാടി the സഞ്ചരിപ്പാൻ bay horses roam to and fro in the earth. സക്കറിയ 6:7 വായിച്ചു. Zechariah 6:7. കുരാൽ നിറമുള്ളവ പുറപ്പെട്ട ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പാൻ നോക്കി അടുത്തത്, നിങ്ങൾ പോയി ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പിനെന്ന് അവൻ കൽപ്പിച്ചു. കുരാൽ നിറമുള്ളത് ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പാൻ നോക്കി. And the bay walked to and fro in the earth. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം? What is it mentioned here? സഫന്യാ പ്രവാചകന്റെ പുസ്തകം In the book of Zephaniah, 1:18 വരുമ്പോൾ in 1:18, അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, what do we read? മുഴു ലോകവും ദൈവത്തിന്റെ തീഷ്ണതാഗ്നിക്ക് ഇരയായി The തീരും. whole world will be subject to the zeal, the jealous fire of God. ദൈവത്തിന്റെ ന്യായവിധി മുഴു ലോകത്തിലേക്കും വരും. The judgment of God will come in all the അത് earth. എപ്പോൾ സംഭവിക്കും? When will this happen? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ At the coming of the Lord. അവന്റെ തിരുസഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ And when the church will be raptured, ദൈവിക ന്യായവിധിയുടെ ചിത്രങ്ങൾ ആരംഭിക്കുകയാണ്. the starting the pictures of the judgment of God. തിരുവഴുത്തിലെ പ്രവചനങ്ങൾ നമ്മൾ പഠിച്ചാൽ When we study the prophecies of the Bible, കർത്താവിന്റെ വരവിന് ശേഷം ഈ ലോകത്തിൽ നടക്കേണ്ട ന്യായവിധിക്ക് പല ഘട്ടങ്ങളുണ്ട്. there are several phases of the judgments of God to be executed in the earth after his coming. കർത്താവിന്റെ വരവിന് ശേഷം മൂന്നാം ലോകമഹായുദ്ധം നടക്കും. After the coming of the Lord, the third world war. ആ യുദ്ധത്തില് In that war, റഷ്യയുടെ നേതൃത്വത്തിൽ വരുന്ന അറബി രാജ്യങ്ങളെ ദൈവം തമ്പുരാൻ ന്യായം വിധിക്കും. and all the powers of Russia and all the Arabian nations God will judge. രണ്ടാമത്, Secondly, എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴിൽ in the reign of Antichrist, കൈവിടപ്പെടുന്ന സഭ ഒരു ന്യായവിധിയിലൂടെ കടന്നു പോകും. the forsaken church will pass through much judgment. മൂന്നാമത്, Thirdly, ദൈവത്തിന്റെ ക്രോധകലശങ്ങൾ ഭൂതലത്തിൽ the ഒഴിക്കപ്പെടുമ്പോൾ fierce cup of the wrath will be poured out into the earth. മുഴു ലോകവും ദൈവത്തിന്റെ ന്യായവിധിക്ക് ഇരയായി The തീരും. whole earth will be subjected to the judgment of God. നാലാമത്, ഹർമഗദോൻ യുദ്ധം നടക്കുമ്പോൾ Fourthly, when the battle of Armageddon is being executed, എതിർ ക്രിസ്തുവിന് അവിടെ സൈന്യത്തിനും ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകും. Antichrist and his army will have judgment from God. അവസാനമായി ഗോഗുമഹോ യുദ്ധം നടക്കുമ്പോൾ Finally, in the battle of Gog and Magog, ദൈവം ഈ ഭൂതലത്തെ അഗ്നിയാൽ ചുട്ടരിക്കും. God will burn this earth with fire. ആകയാൽ ഒരു ന്യായവിധി ഭൂതലത്തിൽ വരുന്നു. Therefore, judgment is coming upon the earth. സർവ്വ
സർവ്വഭൂമി അവന്റെ തീഷ്ണതാഗ്നിക്കിരയായി The whole earth will be subject to the zealous fire of God. പുരാൽ നിറമുള്ള കുതിര ഭൂതലത്തിൽ ഊടാടി സഞ്ചരിക്കും. Therefore the bay horses are roaming to and fro in the earth. സ്വാഭാവികമായിട്ടും ചോദിക്കുക, Naturally we will ask, എന്തിനാണ് ഈ മുഴു ലോകത്തെ ന്യായം വിധിക്കുന്നത്? why is he judging the whole earth? അതിന് വ്യക്തമായ കാരണമുണ്ട്. There are certain reasons for it. ബാബിലോണിനെ ന്യായം വിധിക്കേണ്ട മ്ലേച്ഛതകളും അശുദ്ധിയും കൊണ്ട്. Babylon is being judged for her abominations and harlotries. ഈജിപ്തിനെ ന്യായം വിധിക്കുന്നത് അതിന്റെ വിഗ്രഹ സേവ കൊണ്ട്. Egypt will be judged for her idolatry. എന്നാൽ ഈ മുഴു ലോകത്തെയും ന്യായം വിധിക്കുന്നതിന്റെ കാരണമെന്ത്? But the whole earth will be judged. അതിന് വ്യക്തമായ കാരണമുണ്ട്. A definite reason. യോഹന്നാന്റെ സുവിശേഷം The gospel according to St. John, 3:18-19 വാക്യങ്ങളിലേക്ക് chapter 3 verse 18 and 19. അതിന്റെ കാരണം ഇവിടെ പറയുന്നു. The reason is clearly mentioned. 18 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ In വായിക്കുന്നു, the 18th verse we read, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. he that believeth on him is not condemned, വിശ്വസിക്കാത്തവനോ but he that believeth not, ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കാത്തത് കൊണ്ട് because he is not believing in the begotten Son of God, അവന് ന്യായവിധി വന്നു കഴിഞ്ഞു. because he is already under condemnation. എന്തുകൊണ്ട് ദൈവം തമ്പുരാൻ ലോകത്തെ ന്യായം വിധിക്കും? Why is he God judging the earth? ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കാത്തതിനാൽ ന്യായം വിധിക്കും. Because they are not believing in the only begotten Son of God. 19 വാക്യത്തിലേക്ക് വരുമ്പോൾ In the 19th verse, അവിടെ നമ്മൾ വായിക്കുന്നു, what do we read? അവിടെ ന്യായവിധി എന്നതോ Condemnation. വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ട് Light has already come into the world, മനുഷ്യന്റെ പ്രവർത്തികൾ ദോഷമുള്ളതാകിയാൽ but because the deeds of men were evil, അവൻ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നു. they loved darkness rather than light. യേശുക്രിസ്തു ലോകത്തിന്റെ വെളിച്ചം. Jesus Christ is the light of the world. ഇരുളിലും അന്ധതമസ്സിലും ഇരുന്നവർ ഒരു വെളിച്ചം കണ്ടു. The people who sat in darkness and in darkness, they saw a great light. പാപത്തിന്റെ ഇരുൾ നിറഞ്ഞ ലോകത്തിൽ വെളിച്ചമായി ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. In the world filled with the darkness, Jesus Christ appeared as the light. യേശു ലോകത്തെ നോക്കി ഇപ്രകാരം പറഞ്ഞു, Jesus looking into the world is saying, എന്നെ പിൻഗമിക്കുന്നവർ those who follow me, ജീവന്റെ വെളിച്ചമുള്ളവരായി തീരും. they will be having the light of life. വിശുദ്ധ മത്തായി 5:14 Matthew 5:14, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ye are the light of the world. ദൈവത്തിന്റെ ജനം ലോകത്തിന്റെ വെളിച്ചം. The people of God are the light of the world. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നത്, That is why St. Paul is saying, അവരുടെ ഇടയിൽ ഞങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് in the midst of them having the things of the light, ജ്യോതിസ്സുകളെ പോലെ that പ്രകാശിക്കുന്നു. ye might shine as lights. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വെളിച്ചം. Our Jesus Christ is light. അവനെ പിൻഗമിക്കുന്നവർ വെളിച്ചം. Those who follow him are light. ഇന്ന് രാത്രി അത്ഭുത പ്രകാശം സ്വീകരിച്ചവർ ഹല്ലേലൂയ പറഞ്ഞിട്ട്. ആകെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനം, Oh dear people listening to me, ഇരുളിൽ ഇരിക്കുന്ന ലോകത്തിന് വെളിച്ചം കൊടുക്കുവാൻ യേശു ലോകത്തിൽ Jesus Christ came to the world so that the world sitting in darkness might have light. ഈ വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ട് As this light came into this world, എത്രയോ മനുഷ്യർ ഇരുളിനേക്കാൾ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നു. so many people loving darkness rather than light, കാരണം അവന്റെ പ്രവൃത്തി ദോഷമുള്ളത്. because their deeds are evil. സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ട് True light has already come. ജീവന്റെ മാർഗം കാണിച്ചു തന്നിട്ട് Even though the way of life has been showed, അവൻ ദോഷമുള്ള പ്രവൃത്തിയെ സ്നേഹിക്കുന്നു. they are loving the deeds of അവൻ darkness. ഇരുളിനെ സ്നേഹിക്കുന്നു. They are loving darkness. അവൻ വീണ്ടും ബിവറേജസിലേക്ക് ഓടുക. They are running after beverages. വീണ്ടും അവൻ ദുഷ്പ്രവൃത്തിക്ക് They are ഓടിക്കൊണ്ടിരിക്കുന്നു. running after wickedness. വീണ്ടും അവൻ അശുദ്ധിക്ക് They are ഓടിക്കൊണ്ടിരിക്കുന്നു. running after uncleanness. വെളിച്ചത്തെ അവൻ സ്വീകരിക്കുന്നില്ല. They are not receiving the light. തമ്പുരാൻ ന്യായം വിധിക്കും പറഞ്ഞേക്കാം. And God is judging. അത് മാത്രമല്ല, Not only this, 2 തെസ്സലോനിക്കർ 1:6 2 Thessalonians 1:6. അവിടെ നമ്മൾ വായിക്കുന്നു, What do we read? ദൈവം എന്തുകൊണ്ട് ഈ ലോകത്തെ ന്യായം വിധിക്കുമെന്ന്. Why is God judging the earth? അവിടെ കാണുന്നത്, What do we read? നമ്മുടെ ദൈവത്തെ അറിയാത്തവർക്കും Those who do not know our God, സുവിശേഷം and അനുസരിക്കാത്തവർക്കും those who don't accept the gospel, ദൈവം ന്യായവിധി കൊടുക്കും. God will judge. ദൈവത്തെ മറക്കുന്നവർക്കും Those who forget God, ദൈവത്തെ അറിയാത്തവർക്കും those who do not know God, സുവിശേഷത്തെ those who അനുസരിക്കാത്തവർക്കും don't obey the gospel, ദൈവത്തിന്റെ ന്യായവിധിയുണ്ട്. the judgment of God. അവിടെ ന്യായവിധി വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? Why that judgment should not come? ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. There is only one way to escape from judgment. വിശുദ്ധ പൗലോസ് പറയുന്നു, What does Apostle Paul say? ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി. Now those who are in Christ shall have no condemnation. ആരാണ് യേശു എന്ന് പറയുന്നത്? Those who is Jesus. ചിലചിന്തിക്കുന്ന ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്ന്. There is something that he is the God of the Christians. ചിലചിന്തിക്കുന്ന മതപ്രചാരകനാണ്. Something he is a religious leader. ചിലചിന്തിക്കുന്ന ഒരു പ്രവാചകനാണ്. Something he is a prophet. ചിലചിന്തിക്കുന്ന ഒരു അവതാര പുരുഷനാണ്. Something he is an incarnation. യേശു കേവല അവതാര പുരുഷനല്ല. Jesus is not only an യേശു incarnation. കേവല ഒരു പ്രവാചകനല്ല.
Jesus is not only a prophet, യേശു ഒരിക്കലും ഒരു മതസ്ഥാപകനല്ല. Jesus was never instituted a religion. യേശു കേവലം ക്രിസ്ത്യാനികളുടെ മാത്രം He is ദൈവമല്ല. not only the God of the Christians, യേശു ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. He is the creator of the universe. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് യേശു. He is the creator of the അവൻ universe. ജഡവേഷം ധരിച്ച് ലോകത്തിലേക്ക് വന്നു. He was made flesh and came to this world. അവരെ കൈക്കൊള്ളാത്തവന് ശിക്ഷാവിധിയുണ്ട്. Those who do not receive him shall have damnation. തമ്പുരാൻ ലോകത്തെ ന്യായം വിധിക്കും. God is judging the world. ദൈവത്തെ അറിയാത്തവരെ ന്യായം Those who do not know him are being judged. യേശുവിൽ വിശ്വസിക്കാത്തവരെ Those who do not believe Jesus will be judged. സുവിശേഷം അനുസരിക്കാത്തവരെ ന്യായം വിധിക്കും. Those who do not receive the gospel will be judged. എന്താണ് സുവിശേഷം എന്ന് പറയുന്നത്? What is the gospel? ഈ ഭരണിക്കാവ് ദേശത്ത് In this land of Barnica, ഞങ്ങൾ ഇത്രയും പണമൊക്കെ മുടക്കി മീറ്റിംഗ് we are നടത്തുന്നത് spending money and conducting meetings. നിങ്ങൾക്ക് ഏതെങ്കിലും വിദേശ വരുമാനം ഉള്ളത് കൊണ്ടല്ല. Not because we have foreign money. അമേരിക്കക്കാട് 5 പൈസ വാങ്ങിച്ചുകൊണ്ടല്ലേ ഞങ്ങൾ We have not have much any money from the States. ഞങ്ങളുടെ പാവപ്പെട്ട വിശ്വാസികൾ രക്തം വിയർപ്പാക്കി കഷ്ടപ്പെട്ട് കിട്ടുന്ന പണമാണ്. Our poor believers, they have made their blood sweat into blood and given that money. ആ പണം കൊണ്ട് ഈ പ്രവൃത്തി ഞങ്ങൾ ചെയ്യുന്നതിന്റെ And by that money we are doing this work. ഈ ഭരണിക്കാവ് ദേശം അറിയണം. So that this land will know. ഒരു യേശുവിനെ കുറിച്ച് അറിയണം. They should know of one Jesus. സുവിശേഷം അറിയണം. They should know the gospel. തമ്പുരാൻ വിളിച്ചു നിർത്തി ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. There is a day God will ask. അന്ന് ഞങ്ങൾ കേട്ടില്ലെന്ന് ആരും പറയാൻ You should പറ്റില്ല. not say we have not heard. ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് ആരും You പറയാൻ should not പറ്റില്ല. say we have not heard it. സുവിശേഷം അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷാവിധി. If you do not receive the gospel, judgment. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. Therefore we are making it known unto you. പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചു മാനസാന്തരപ്പെട്ടു. Repent of your sins and repent. വിശ്വസിച്ച് ജലസ്നാനം സ്വീകരിച്ചു. Believe and receive the baptism. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി വരുവാൻ പോകുന്നു. Else the judgment of God is coming upon you. നന്നായി തിരിച്ചറിഞ്ഞ മറ്റൊരു കൂട്ടരുണ്ട്. And there is a people who have discerned this very well. പരീശന്മാര് ശാസ്ത്രിമാര് The Pharisees and the scribes. അവര് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ They knew that if they do not repent, സ്നാനമെടുത്തില്ലെങ്കിൽ if they do not be baptized, judgment will come. ദൈവകോപം വരുമെന്ന് അവർ They വിശ്വസിച്ചു. knew the wrath of God will come. മനസ്സിലാക്കി നേരെ യോഹന്നാൻ സ്നാപകന്റെ അടുത്തെത്തി. So they understood and went to John the Baptist. ഞങ്ങൾക്ക് സ്നാനം തരണമെന്ന് പറഞ്ഞു. Give us baptism. യോഹന്നാൻ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, John looked unto them. സർപ്പസന്തതികളെ, O generation of vipers, വരുവാനുള്ള ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ flee the wrath that is to come. മാനസാന്തരപ്പെട്ട് സ്നാനമെടുക്കണമെന്ന് നിങ്ങൾ ഉപദേശിച്ചു തന്നത് ആരാണ്? Repent and be baptized of your sins. നിങ്ങൾക്ക് സ്നാനം തരാം. I will give you baptism. പക്ഷെ അതിനു മുമ്പ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം But before that, bear forth fruits of repentance. ആയ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ Therefore, to escape the judgment of God, മാനസാന്തരപ്പെട്ടേ മതിയാവും. you have to repent. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചേ മതിയാവും. You have to bear fruits of repentance. എന്താണ് മാനസാന്തരം? What is repentance? കുടിക്കുന്ന ഒരുത്തിന് കുടിക്കുന്നില്ലെന്ന് തീരുമാനിച്ച മാനസാന്തരമാണ്. Once he who is a drunkard, if he says, I will no more drink, it is repentance. നമ്മളെല്ലാവരും പറയുമ്പോൾ മാനസാന്തരപ്പെട്ടിന് കുടിയില്ലെന്ന്. We say that he has repented, he is no more drinking. പക്ഷെ ആ മാനസാന്തരത്തിലൂടെ ആത്മരക്ഷ ലഭിക്കത്തില്ല. But through that repentance, salvation will not be obtained. ആത്മരക്ഷ ലഭിക്കണമെങ്കിൽ ദൈവവചനപ്രകാരം മാനസാന്തരപ്പെടണം. For the salvation of the soul, he has to repent according to the word of God. എപ്രകാരമാണ് ദൈവവചനപ്രകാരം മാനസാന്തരപ്പെടണം? How can we repent according to the word of God? പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിനോട് കരയണം. First he has to repent of his sins and cry for his sins. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനം പ്രാപിക്കണം. He has to have forgiveness of sins by the blood of Christ. അതിനുശേഷം നിന്റെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്കണം. Then you have to give your heart to the Lord. അനന്തരമായി പാപത്തിൽ നിന്ന് ലോകത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കണം. You have to flee sin and the world and live. അപ്പോഴേ നിന്റെ മാനസാന്തര രക്ഷയ്ക്ക് ഹേതുവായി തീരും. Then only you will be saved unto salvation. അല്ലാതെ മദ്യപിക്കുന്നവൻ മദ്യപിക്കാതിരുന്നാൽ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. If one who is drinking, if he abdicates drinking, he will not go to heaven. നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുത്താലേ You should രക്ഷ give your ലഭിക്കത്തുള്ളൂ. heart to the Lord. രണ്ടാമത് ജലസ്നാനം സ്വീകരിക്കണം. Secondly, you have to accept baptism. എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും പോയി സ്നാനപ്പെട്ടാൽ പോരാ. No kind of baptism. ദൈവിക വ്യവസ്ഥ പ്രകാരം സ്നാനം According to the precepts of God. അപ്പോസ്തലന്മാരുടെ കൈക്കീഴിൽ സ്നാനം Under the എടുക്കണം. hands of the apostles. വെള്ളത്തിൽ ഇറങ്ങിച്ചെന്ന് സ്നാനം എടുക്കണം. Immersed in water. സ്നാനം എടുക്കുന്നത് സഭയോട് ചേരാനല്ല. Not to be joined to the church. അത് ക്രിസ്തുവിനോട് ചേർന്ന് It ജീവിക്കാൻ. is to be joined to Christ and live. ഇതുവരെ ലോകത്തോടും പാപത്തോടും ചേർന്ന് ജീവിച്ചു. Now you lived unto sin and unto the world. ഇന്ന് മുതൽ സ്നാനമെടുത്ത് ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് Now I am ജീവിക്കും. baptized and living unto Christ. അത് നീ ചെയ്തേ മതിയാ. You have to do it. ആ സുവിശേഷം ഞങ്ങൾ നിങ്ങളോട്
അറിയിക്കുക. This gospel we are preaching unto you. ഇതനുസരിച്ചില്ലെങ്കിൽ ന്യായവിധിയുണ്ട്. If you do not receive, there is judgment. അടുത്ത സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. And the next gospel we are proclaiming. വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ. Believe and receive the anointing of the Holy Ghost. ഇല്ലെങ്കിൽ തമ്പുരാന്റെ ന്യായവിധി ലഭിക്കും. Else the judgment of God will fall upon you. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് കേവലം ഒരു ഭാവപ്രകടനമല്ല. Holy Ghost is not just some outward manifestation. പലരും ചിന്തിക്കുന്ന കൈയടിക്കുന്നതാ പരിശുദ്ധാത്മാവ്. Something, it is clapping of the hands. ശരീരം ചലിപ്പിക്കുന്നതാ It is പരിശുദ്ധാത്മാവ്. the shaking of the body, something. പരിശുദ്ധാത്മാവ് കേവലം കൈയടിക്കുന്നതോ ശരീരം ചലിപ്പിക്കുന്നതോ It is അല്ല. not just clapping of the hands or shaking of the body. ദൈവിക തൃത്വത്തിൽ മൂന്നാമനാണ് It പരിശുദ്ധാത്മാവ്. is the third person of the Trinity. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്ന അവസ്ഥയാണ് This is the പരിശുദ്ധാത്മാവ്. experience of this Trinity, the third person dwelling in us. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ അധിവസിക്കുമ്പോൾ When this Trinity is dwelling in us, നമ്മൾ അന്യഭാഷകളിൽ we സംസാരിക്കും. are speaking in new tongues. അന്യഭാഷകളിൽ And സംസാരിക്കുന്നവർ as they speak in new അവൻ tongues, മനുഷ്യരോടല്ല he is സംസാരിക്കുന്നത്. not speaking to men. അവൻ ദൈവത്തോട് He is സംസാരിക്കുക. speaking to God. അവൻ ആത്മാവിൽ വൻകാര്യങ്ങളെ In the പറയുക. spirit, he is speaking mysteries. അവന്റെ ഹൃദയം പക്ഷപാതം In ചെയ്തുകൊണ്ടിരിക്കുകയാണ്. his heart, he is interceding. ആകയാൽ വിശ്വസിച്ച പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. Therefore, receive and baptize and receive the Holy Ghost. ദൈവത്തിന്റെ സുവിശേഷമാണ്. This is the gospel of God. ഈ സുവിശേഷം നിരസിച്ചാൽ ശിക്ഷാവിധിയുണ്ട്. If you reject this gospel, judgment is waiting you. വേർപാടിന്റെ ജീവിതം ചെയ്യണം. Lead a life of separation. അത് മറ്റൊരു സുവിശേഷമാണ്. This is another gospel. രക്ഷിക്കപ്പെട്ടിട്ട് വീണ്ടും പഴയ പോലെ ജീവിച്ചാൽ പറ്റത്തില്ല. Not only be saved and live the old life. വല്ലതും പറയുന്നത് അങ്ങനെയാ. Some people say so. സ്നാനമെടുക്കാം, Oh, we will baptize. വീണ്ടും പഴയ പോലെ ജീവിച്ചോളാം. Then we can have that old life. ഇല്ല, ഒരിക്കലും നിനക്ക് പൂർണ്ണപ്പെടാൻ സാധിക്കില്ല. Never. You will never be perfected. ദൈവം ആഗ്രഹിക്കുന്ന പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ For you have to have the perfection God desires. വിടേണ്ടത് വിടണം. You have to forsake the things which ought to be forsaken. അപ്പോസ്തലിക കൂട്ടായ്മയിലേക്ക് You വരണം. have to be joined in the hands of the apostles. അപ്പോസ്തലന്മാരുടെ ഉപദേശം You കേൾക്കണം. have to receive the doctrine of the apostles. അതിനുവേണ്ടി ലോകത്തെ വിട്ടേ You മതിയാവത്തു. have to forsake the world. പാരമ്പര്യങ്ങളെ വിട്ടേ മതിയാവത്തു. Forsake the tradition. പാപത്തെ വിട്ടേ മതിയാവത്തു. Forsake sin. പഴയ സുഹൃത്തുക്കളൊക്കെ വിട്ടേ Forsake the മതിയാവത്തു. old company. കർത്താവിനോട് ചേർന്ന് You have to be ജീവിക്കണം. joined unto Christ. വ്യക്തമായൊരു വേർപാടിന്റെ ജീവിതം A ചെയ്തു കൊള്ളണം. definite life of separation. ഈ സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുമ്പോൾ This gospel we are preaching unto you. ഇതിനെ തള്ളിക്കളഞ്ഞിട്ട് ജീവിച്ചാൽ If you forsake this, കുരാൻ നിറമുള്ള കുതിരകൾ ഭൂതലത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞു. the bay horses have already proceeded into the earth. ഭൂതല മുഴുവനും ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകും. The whole earth will be judged by the judgment of God. മുഴു ലോകവും അവന്റെ തീഷ്ണതാഗ്നിക്ക് ഇരയായി The തീരും. whole world will be subjected to the fire zeal of God. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, Our Jesus Christ said, വിശുദ്ധ മത്തായി 24:21, Matthew 21:24, ലോകാരംഭം മുതൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ല, right from the beginning of the world even until now, ഇനിമേലാൽ സംഭവിക്കാത്തതുമായ and it will not even happen, വലിയ കഷ്ടമുണ്ടാകും. such great tribulation, ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ so that the days might not be ഒരു shortened, ജഡവും രക്ഷിക്കപ്പെടും. no flesh shall be saved. മലാഖി 3:2, Malachi 3:2, മലാഖി പ്രവാചകൻ ചോദിക്കുന്നു, what does the prophet say? അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? Who can bear the day of his coming? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? Who shall stand when he appeareth? അവൻ ഊതിക്കടിക്കുന്നവന്റെ തീ പോലെ, He shall be like a refiner's fire, അലക്കുന്നവന്റെ ചാരവെള്ളം പോലെ. and like a fuller's soap. ഇതാ ദൈവത്തിന്റെ ന്യായവിധി. This is the judgment of God. ഊതിക്കടിക്കുന്നവന്റെ തീക്കകത്തോട്ട് എടുത്തിട്ടാൽ എങ്ങനെ If you ഇരിക്കും? put someone in the refiner's fire, നല്ല സുഖമാണെങ്കിൽ റെഡി ആയിക്കോ. if you are happy, you can be prepared. അലക്കുന്നവന്റെ തിളച്ച ചാരവെള്ളത്തിനകത്തോട്ട് And the എടുത്തിട്ടാൽ fuller's nitre water, if you are dipped. അത്ര സുഖമായിരിക്കും തമ്പുരാന്റെ ന്യായവിധി. This is the judgment of God. യെശയ്യാവ് 13:9 Isaiah 13:9. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, It is mentioned. അവൻ ദേശത്തെ ശൂന്യമാക്കുവാനും He is going to desolate the land ജാതികളെ മുടിച്ചു and കളയുവാനുമായി to destroy the nations. യഹോവയുടെ കോപം ക്രൂരമായിട്ട് വരുന്നു. And the wrath of God is cruel. അന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളും And the stars of the earth നക്ഷത്ര രാശികളും and the constellations പ്രകാശം തരികയില്ല. shall no more give the light. സൂര്യൻ ഉദയത്തിൽ ഇരുണ്ടുപോകും. And the sun shall be darkened. ചന്ദ്രൻ പ്രകാശം തരികയില്ല. Moon shall not cause her light to shine. ആകാശത്തിന്റെ ശക്തികൾ The ഇളകിപ്പോകും. powers of the heavens shall be shaken. ഭൂമി സ്വസ്ഥാനത്ത് നിന്ന് മാറിപ്പോകും. And the earth shall be removed from her firm. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ When we come to Revelation, ഈ ന്യായവിധി യോഹന്നാൻ കണ്ടു. and John is viewing this judgment, യോഹന്നാൻ കണ്ടിട്ട് ഭയപ്പെട്ടു പോയി. and John is viewing and terrified. ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ When the sixth seal was opened, ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. and there was a great earthquake, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. and the sun was darkened, ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി. moon became as blood.
അത്തിവൃക്ഷം കൊടുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് അത്തിക്കായി ഉതുക്കുന്ന പോലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു. And the stars of heaven fell unto the earth, even as a fig casteth her untimely figs. പുസ്തകം ചുരുട്ടും പോലെ ആകാശം മാറ്റപ്പെട്ടു. The heaven departed as a scroll when it is rolled together. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോയി. Every powers in heaven were shaken. എല്ലാ മലയും താഴ്വരയും ഇളകിപ്പോയി. And mountain and island moved out of their place. ലോകത്തിലാകമാനം ഭയങ്കരമായൊരു സംഭവം. A great incident in the world. അത് കഴിഞ്ഞിട്ട് യോഹന്നാൻ ഒരു കാഴ്ച കണ്ടു. Then John is viewing a vision. അന്ന് ലോകത്തെ ഭരണാധികാരി രാജാക്കന്മാർ, Then the kings of the earth, അന്നത്തെ പ്രതാപശാലികളായ മഹത്തുക്കൾ, the mighty men of the earth, അന്നത്തെ പട്ടാള മേധാവികൾ, the captains of the earth, സമൂഹത്തിലെ സമ്പന്നന്മാര്, the wealthy of the earth, നല്ല ബലവും ആരോഗ്യമുള്ള പുള്ളികളൊക്കെ, the people having strength and physical might, അവിടെ വലിയ വീടുകളൊക്കെ വിട്ടിറങ്ങി. they forsook their palaces, ഭരിച്ചുകൊണ്ടിരുന്ന സിംഹാസനം വിട്ടിറങ്ങി. they forsook their thrones. ഇറങ്ങിയിട്ട് അവർ എന്താ ചെയ്യുന്നറിയാം? Then what did they do? അവർ ഓടുകയാണ്. They are running. നിർത്താതെ ഓടുകയാണ്. They are running without stopping. എവിടേക്കാ ഓടുന്നറിയാമോ? Where are they running അവർ to? മലകളിലേക്ക് They ഓടുകയാണ്. are fleeing to the mountains. അവർ പർവ്വതങ്ങളിലേക്ക് They are ഓടുകയാണ്. fleeing to the rocks. അവർ ഓടി പർവ്വതങ്ങളുടെ അരിക്കൽ ചെന്നിട്ട് They are coming to the top of the rocks മലകളെ നോക്കി വിളിച്ചു പറഞ്ഞു, and crying unto the mountains, മലകളെ ഞങ്ങളെ മൂടുവി, "Oh mountains, fall upon us! പാറകളെ ഞങ്ങളെ മറപ്പി, Oh rocks, cover us!" സിംഹാസനത്തിരിക്കുന്നതിന് കോപം തട്ടാതെ വണ്ണം So that the wrath of the one who is on the throne, ഞങ്ങളെ മറയ്ക്കുവി. oh hide us from his wrath. അവളുടെ ഉഗ്രകോപത്തിന്റെ ദിവസം വന്നു കഴിഞ്ഞു. The great day of his wrath has already come. ആകെ ഇതൊക്കെ വിശ്വസിച്ചില്ലെങ്കിൽ If you do not believe, എല്ലാം കളഞ്ഞിട്ട് ഓടേണ്ട വരും. you have to forsake and run. വീട് വിട്ടിറങ്ങി ഓടേണ്ട You വരും. have to forsake your house and run. സിംഹാസനം വിട്ട് ഓടേണ്ട വരും. You have to forsake your thrones and run. പാറക്കെട്ടുകളിൽ പോയി അഭയം You പ്രാപിക്കും. have to have in the clefts of the പക്ഷേ rock. അവിടെ രക്ഷയില്ല. But even there, no salvation, no hope. എല്ലാ കുന്നുകളും പർവ്വതങ്ങളും Only മാറ്റപ്പെട്ടു. rocks and mountains. ആകയാൽ ദൈവത്തിന്റെ ന്യായവിധി ലോകത്തിൽ Therefore, the പകരും. judgment of God in this world, ലോകത്തിലേക്ക് പകരുമ്പോൾ and when it is coming into the ഈ world, ഭൂമിക്ക് ആഹമാനം നാശം സംഭവിക്കും. there is desolation in the world. എല്ലാ പച്ച പുല്ലും കരിഞ്ഞു പോകും. Everything will be burnt up, വൃക്ഷങ്ങളിൽ മൂന്നിലൊന്ന് വെന്തു പോകും. and 1/3 of the trees will be dried up. മനുഷ്യന്റെ ശരീരത്തും വ്യാപകമായ മാരക രോഗം പിടിക്കും. So many epidemic plagues in the human bodies, വല്ലാത്ത ദുർവ്രണങ്ങൾ, and terrible sores, കുരാൽ നിറമുള്ളത് ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുക. and the bay for horses running to and fro, വല്ലാത്ത ദുർവ്രണങ്ങൾ മനുഷ്യ ശരീരത്തിൽ പിടിക്കും. and horrible sores in the bodies, പട്ടിണി നടമാടും. and hunger, കുടിക്കുവാൻ വെള്ളമില്ല, and thirst, ധരിക്കുവാൻ വസ്ത്രമില്ല, and no apparel, കിടക്കുവാൻ കിടപ്പാടമില്ല, no place to rest, കയ്യിലൊരഞ്ച് പൈസയില്ല, no money in the hand, ദാരിദ്ര്യത്തിന്മേൽ ദാരിദ്ര്യം, and extreme poverty, ഭൂമിയാകമാനം അഗ്നിയാൽ and നശിക്കപ്പെട്ടിരിക്കും. the earth will be consumed by fire, സമുദ്രത്തിന്റെ മേലെ ദൈവത്തിന്റെ and ന്യായവിധി even ഇറങ്ങും. upon the sea the judgment of God. സമുദ്രത്തിലെ കപ്പലുകളൊക്കെ തകർന്നു Even പോകും. the ships will be destroyed, മത്സ്യങ്ങളൊക്കെ ചത്തുപോകും. the fish will be swallowed up, സമുദ്രത്തിലെ വെള്ളം അശുദ്ധമായി and തീരും. even the waters will be defiled, അതുകൊണ്ട് ഉപജീവിക്കുന്നവരൊക്കെ തകർന്നു പോകും. and all the people making a living will be destroyed, സമുദ്രവെള്ളത്തിന്റെ നാട്ടം കൊണ്ട് ജീവിക്കാൻ വയ്യാത്ത and അവസ്ഥ because വരും. of the sting from the waters of the sea, എല്ലാ ശുദ്ധജല സ്രോതസ്സുകളും തകരും. and all the fountains of pure waters will be destroyed, വെള്ളം മുഴുവൻ വിഷലിപ്തമായി തീരും. and all the waters of the earth will be diluted, കുടിക്കുന്നവരൊക്കെ ചത്തുവീരും. and every people will die, കുടിവെള്ളത്തിന് വേണ്ടി മനുഷ്യൻ ഓടി നടക്കും. and man will run for drinking water. ആകാശത്തിന്റെ ശക്തികൾ ഇളകി The powers of heaven will shake. ഇതൊക്കെ തിരുവെടുത്തിൽ വ്യക്തമായിട്ട് It is പറഞ്ഞിട്ടുണ്ട്. mentioned in the scriptures. വിശദമായിട്ട് പഠിപ്പിക്കാനുള്ള സമയമല്ലാത്തതുകൊണ്ട് പറഞ്ഞു Because we don't have lack of time, തമ്പുരാന്റെ ന്യായവിധി ലോകത്തിലേക്ക് വരാൻ judgment of the Lord is already coming. തിരുവെടുത്ത് വിളിച്ചു പറയുന്നു. The scriptures are proclaiming ചൂള പോലെ കത്തുന്ന ഒരു ദിവസം, a day which will burn like fire, അപ്പോൾ ദുഷ്ടന്മാരും and every wicked ദൈവത്തെ മറക്കുന്ന സകല and അഹങ്കാരികൾ all the proud അന്ന് താളടിയായി തീരും. shall burn as stubble. വരുവാനുള്ള ആ ദിവസം And the day that is to come, വേരും കൊമ്പ് ശേഷിപ്പിക്കാതെ and root and dry will not be burnt. ആകയാൽ പ്രിയപ്പെട്ട ദൈവവേദന Oh dear child of God, അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് പറഞ്ഞു, Apostle Peter says, ആകാശം കൊടുമുഴക്കത്തോടെ വെടിഞ്ഞു പോകും. and the heavens will depart with a loud voice, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും. and the elements will melt with a fervent heat, ഭൂമി അതിന്റെ പണികളും വെന്തടിഞ്ഞു പോകും. and the earth and the things of the earth will be burnt up. ആകയാൽ ഇതെല്ലാം ഇങ്ങനെ ചുട്ടഴിവാനുള്ളതാകും. And when everything will be burnt up, നമ്മൾ ആ ദൈവ ദിവസത്തിന്റെ വരവ് and we കാത്തിരുന്നു. are waiting the day to come, വളരെ ഭക്തിയോടെ നമുക്ക് ജീവിക്കാം. shall we live a holy life? വിശ്വസിയോടെ നമുക്ക് Shall we ജീവിക്കാം. live a life of purity? താഴ്മയോടെ നമുക്ക് Shall we ജീവിക്കാം. live a humble life? ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ മൂടാം. Shall we close our eyes? ദൈവത്തിന്റെ ന്യായവിധി ലോകത്തിലേക്ക് And the വരാൻ judgment of God already coming. അവന്റെ കുരാൽ നിറമുള്ള കുതിരകൾ The പുറപ്പെട്ടു. bay horses already have proceeded. ഭൂതലം മുഴുവൻ ദൈവത്തിന്റെ ന്യായവിധി The കിരയായി. whole earth is subject to the judgment of ആ God. ഭയങ്കരമായ
ഭയാനകമായ ദിവസങ്ങൾ വരും മുമ്പ് and before those terrible days come, നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ I am going to prepare my life. നിന്റെ കുറവുകളെ ദൈവത്തോട് ഏറ്റുപറ. I shall offer your shortcomings. ഇതുവരെയും മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ Till now, if you have not repented, രാത്രി മാനസാന്തരപ്പെടുവാൻ repent this night. Make a decision. പാപങ്ങളെ ഏറ്റുപറയുവാൻ തീരുമാനിക്കും. Or make it repent of your sins. കർത്താവേ എന്നോട് ക്ഷമിക്കണം. Oh Lord, forgive me. നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് എന്നെ കഴുകണം. By your precious blood, wash വായു തുറന്ന് me. നിലവിളിക്കുവിൻ. Open your mouth. ആരും അവനെ മറ്റിരിക്കരുത്. None of you to remain silent. ഒരുപക്ഷെ നീ രക്ഷിക്കപ്പെട്ട വിശ്വാസിയായിരിക്കും. You might be a believer. ഒരുപക്ഷെ സ്നാനമെടുത്ത വ്യക്തിയായിരിക്കും. You might be one who is baptized. ഒരുപക്ഷെ അഭിഷേകം പ്രാപിച്ച You might വ്യക്തിയായിരിക്കും. have received the anointing. എങ്കിലും നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവിൻ. But you order your life. കർത്താവിന്റെ അടുക്കൽ ചെന്ന് കരയുവിൻ. Come to Christ and cry. ഒരിക്കൽ കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. When Jesus washed the feet of his disciples, പത്രോസ് പറഞ്ഞു നീ എന്നെ കഴുകണ്ട. Peter said, you should not wash me. കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ Jesus said, if I do not wash you, നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. you have no part with me. കർത്താവ് പത്രോസ് പറഞ്ഞു Peter replied, എങ്കിൽ നീ എന്നെ മുഴുവനുമായി കഴുകണം. oh Lord, then wash me thoroughly. കർത്താവ് മറുപടി പറഞ്ഞു Jesus replied, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകേണ്ട ആവശ്യം. one who is already washed, only his feet should be ഒരുപക്ഷെ washed. നീ രക്തത്താൽ കുളിച്ചവനായിരിക്കും. You might be bathed in the blood. നീ വചനത്തിൽ കുളിച്ചവനായിരിക്കും. You might be bathed in the word. പരിശുദ്ധാത്മാവിൽ You might be കുളിച്ചവനായിരിക്കും. bathed in the spirit. നിന്റെ അനുദിന ജീവിതത്തില് In your latter days, നിന്റെ നടപ്പില് in your walk, നിന്റെ ഇടപാടുകളില് in your dealings, നിന്റെ വാക്കില് in your words, നിന്റെ സംസാരത്തില് in your conversation, ഒരുപക്ഷെ നീ തെറ്റിപ്പോയിട്ടുണ്ടായി. you might have some faults. ആകയാൽ നീ കർത്താവിനോട് പറ, You tell it to the Lord. കർത്താവേ എന്റെ കാലുകളെ കഴുകണമേ. Oh Lord, wash my feet. എന്റെ കാലുകളെ കഴുകണമേ കർത്താവേ. Wash my feet. ആ കാലുകളെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. Oh Lord, I'm handing over those എല്ലാ feet. വിശ്വാസികളെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. All the believers, hand it over. കർത്താവേ എന്റെ കാലുകളെ കഴുകണമേ. Oh Lord, wash my feet. വരുവാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് വിടുവിക്കണമേ. Oh, deliver me from the wrath that is to come. ഇതുവരെയും നീ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ Till now, if you have not received, ഇന്ന് രാത്രി ഹൃദയം കർത്താവിന് കൊടുക്കുക. give your heart to the Lord. വിശ്വസിച്ച് സ്നാനമെടുക്കുവാൻ തീരുമാനിക്കുക. Oh, believe and take the baptism. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ Receive തീരുമാനിക്കുക. the anointing, make a decision. ഒരു വേർപാടിന്റെ ജീവിതം ചെയ്യുവാൻ Live a തീരുമാനിക്കുക. life of separation. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവത്തിന്റെ പൈതലേ, Oh, child of God, receive the നീ anointing. നിന്റെ ശക്തിയെ പുതുക്കിയാൽ Or renew the power. ഈ ഭൂമിയുടെ ശക്തിയെ പ്രതിരോധിക്കുന്നതായ And so that this will quench the power of the ഒരത്യന്ത earth. ശക്തി നിന്നിലേക്ക് വരട്ടെ. The mighty power, let it come into you. ആ ശക്തി നിന്നെ ഉയർപ്പിക്കട്ടെ. That power, let it quicken you. ആ ശക്തി നിന്നെ Let it രൂപാന്തരപ്പെടുത്തട്ടെ. transform you. അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെല്ലാം Oh, children of God, receive the anointing. പരിശുദ്ധാത്മാവിടം കൊടുക്കവേ. Give room to the Holy Ghost. അന്യഭാഷകൾ നിങ്ങൾ ദൈവത്തോട് Speak സംസാരിക്കുവേ. with tongues to the ഒരു Lord. പുതിയ അഭിഷേകത്തോടെ കടന്നു പോകുവേ. Go with a new anointing. ദൈവത്തിന്റെ ന്യായവിധി വരുവാൻ പോകുന്നു. The judgment of God is going to come. ആകയാൽ നമുക്ക് എഴുന്നേറ്റ് രക്ഷ പ്രാപിക്കാം. Shall we rise and be saved? യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ. ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ. ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. എഴുന്നു ശോഭിപ്പീൻ, ദീപം തെളിയിപ്പീൻ. പറന്നു പോകാൻ കാലമേറ്റമടുത്തു വരുന്നിതാ, വാനിൽ പറന്നു പോകാൻ കാലമേറ്റമടുത്തു വരുന്നിതാ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ. ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ. ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. എഴുന്ന ശോഭിപ്പീൻ, ദീപം തെളിയിപ്പീൻ. പറന്നു പോകാൻ കാലമേറ്റമടുത്തു വരുന്നിതാ, വാനിൽ പറന്നു പോകാൻ കാലമേറ്റമടുത്തു വരുന്നിതാ. ഓ എഴുന്ന ശോഭിപ്പീൻ, ദീപം തെളിയിപ്പീൻ. പറന്നു പോകാൻ കാലമേറ്റമടുത്തു വരുന്നിതാ, വാനിൽ പറന്നു പോകാൻ കാലമേറ്റമടുത്തു വരുന്നിതാ. എഴുന്ന ശോഭിപ്പീൻ, ദീപം തെളിയിപ്പീൻ. പറന്നു പോകാൻ കാലമേറ്റമടുത്തു വരുന്നിതാ, വാനിൽ പറന്നു പോകാൻ കാലമേറ്റമടുത്തു വരുന്നിതാ. എഴുന്ന ശോഭിപ്പേ, ദീപം തെളിയിപ്പേ. പറന്നു പോകാൻ കാലമേറ്റമടുത്തു വരുന്നിതാ, വാനിൽ പറന്നു പോകാൻ കാലമേറ്റമടുത്തു വരുന്നിതാ. എഴുന്ന ശോഭിപ്പേ, ദീപം തെളിയിപ്പേ. പറന്നു പോകാൻ കാലമേറ്റമടുത്തു വരുന്നിതാ, വാനിൽ പറന്നു പോകാൻ കാലമേറ്റമടുത്തു വരുന്നിതാ. എഴുന്ന ശോഭിപ്പേ, ദീപം തെളിയിപ്പേ. പറന്നു പോകാൻ കാലമേറ്റമടുത്തു വരുന്നിതാ, വാനിൽ പറന്നു പോകാൻ കാലമേറ്റമടുത്തു വരുന്നിതാ. എഴുന്ന ശോഭിപ്പേ, ദീപം തെളിയിപ്പേ. പറന്നു പോകാൻ കാലമേറ്റമടുത്തു വരുന്നിതാ, വാനിൽ പറന്നു പോകാൻ കാലമേറ്റമടുത്തു വരുന്നിതാ. എഴുന്ന ശോഭിപ്പേ, ദീപം തെളിയിപ്പേ. പറന്നു പോകാൻ കാലമേറ്റമടുത്തു വരുന്നിതാ.
മാറി പറന്നു പോകും കാലം വീണ്ടും അടുത്തു വരുന്നില്ല. വീണ്ടും അടുത്തു വരുന്നില്ല. മാറി പറന്നു പോകും കാലം വീണ്ടും അടുത്തു വരുന്നില്ല. മാറി പറന്നു പോകും കാലം വീണ്ടും അടുത്തു വരുന്നില്ല. മാറി പറന്നു പോകും കാലം വീണ്ടും അടുത്തു വരുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഇന്ന് രാത്രിയിലും കർത്താവ് നമ്മളോട് വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരുന്നു. ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ കേട്ട ഓരോ ആത്മാവും ദൈവസന്നിധിയിൽ തങ്ങളെ ശോധന ചെയ്തുകൊള്ളട്ടെ. എല്ലാറ്റിനും ഒരു ന്യായവിധിയുണ്ട്. നമ്മുടെ കർത്താവ് നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ്. സകല പ്രവൃത്തികൾക്കും ഒരു ന്യായവിധി വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിസ്സാര വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം നമുക്ക് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവത്തെ ഭയപ്പെടാം. പ്രിയ ദൈവജനമേ, ദൈവത്തെ ഭയപ്പെടാം. അവൻ്റെ മുമ്പിൽ നമുക്ക് താഴാം. അവൻ്റെ മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ ആഴമായി ശോധന ചെയ്യുവാൻ ഇന്ന് രാത്രികാലം ഈ ദൈവത്തിന്റെ വചനം കേട്ട ഏവർക്കും ഇടയായി തീരട്ടെ. വചനം കേട്ടിട്ട് നാം പോകുക മാത്രമല്ല, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ മുമ്പാകെ നമ്മുടെ ജീവിതത്തെ ആകമാനം സമർപ്പിക്കുവാനിടയാകണം. സമ്പൂർണമായി സമർപ്പിക്കുക, കർത്താവിനോട് അടുത്തുകൊള്ളുക. നാമും ദൈവവുമായിട്ടുള്ള ബന്ധം എപ്രകാരം ഇരിക്കുന്നു? ഈ തിരുവചനങ്ങളൊക്കെയും നമ്മുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാണ്. ഈ വചനങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ചത് നമ്മുടെ ഉണർവിന് വേണ്ടിയാണ്. ഉണർത്തപ്പെട്ടുകൊള്ളുക, ജീവിതത്തെ ആഴമായി ശോധന ചെയ്യുക, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരിക. അതേ, നമ്മുടെ കർത്താവ് ലോകത്തെ വിധിപ്പാൻ വരികയാണ്. അവൻ നീതിയോട് ഈ ലോകത്തെ വിധിക്കും. ഓരോരുത്തരെയും അവന്റെ മുമ്പാകെ വരുത്തും. ഒരു ന്യായാസനമുണ്ട് പ്രിയപ്പെട്ടവരെ. ആകയാൽ നമ്മുടെ പ്രവൃത്തികളെ ശോധന ചെയ്യാം. ദൈവത്തോട് നമുക്ക് അടുക്കാം. ദൈവം മുമ്പാകെ നമുക്ക് നമ്മുടെ ശരീരാത്മതകളെ സമർപ്പിക്കാം. ഒരു ആഴമായ വിശുദ്ധീകരണം പ്രാപിച്ച് ഈ നാളുകളിൽ ആവലോടും തിടുക്കത്തോടും ജീവിപ്പാൻ നമുക്ക് പൂർണ്ണമായ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവം മുമ്പാകെ നാം പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട് അതേ ദൈവപ്രകാശത്തിൽ നാം മുമ്പോട്ട് പോകുവാനിടയാകണം. നമ്മുടെ കർത്താവ് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ്. ആ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചാൽ, ആ വെളിച്ചം നമ്മെ പ്രകാശിപ്പിച്ചാൽ നാം വെളിച്ചത്തിലുള്ളവരായിരിക്കും. പിന്നീട് നാം ഇരുട്ടിലുള്ളവരല്ല. നമുക്ക് ദൈവവുമായിട്ട് ആഴമായ ബന്ധമുണ്ടായിരിക്കും. നമ്മുടെ പ്രവൃത്തികളൊക്കെയും വെളിച്ചത്തിന്റെ പ്രവൃത്തികളായിരിക്കും. ഇരുട്ടിന്റെ പ്രവൃത്തികളെ വിട്ടുകളഞ്ഞ് വെളിച്ചത്തിന്റെ പ്രവൃത്തികളുള്ളവരായി കർത്താവിനോട് ചേർന്ന് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് വിശുദ്ധീകരണത്തോടെ ജീവിച്ചാൽ അങ്ങനെയുള്ളവർക്ക് ആ വരാൻ പോകുന്ന വലിയ ന്യായവിധിയിൽ നിന്ന് വിടുതലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരാൻ പോകുന്ന ആ വലിയ ന്യായവിധിയിൽ നിന്ന് ഇപ്രകാരം തങ്ങളെ വിശുദ്ധീകരിച്ച് ലോക മാലിന്യങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് തങ്ങളുടെ ജീവിതത്തെ ദൈവത്തിനായി പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ഉള്ളതായ ആ വെളിച്ചത്തിൽ നടന്നാൽ ന്യായവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനിടയാകും. നമുക്ക് കർത്താവ് ഒരുക്കുന്ന ആ നിത്യരാജ്യത്തിൽ പ്രവേശനം ലഭിക്കും. അതിന് നമ്മെ സമർപ്പിക്കാം. അതേ, ആ പ്രകാശം നമ്മുടെ മേൽ ഉണ്ടാകട്ടെ. ആ സത്യ വെളിച്ചം വീണ്ടും നമ്മെ പ്രകാശിപ്പിക്കട്ടെ. ഈ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ നമ്മുടെ ഹൃദയ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കട്ടെ. സമർപ്പിച്ചു കൊടുക്കാം. ആ വെളിച്ചത്തിൽ നമുക്ക് നടക്കാം. ഹല്ലേലൂയ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം അത് നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ഈ രാത്രികാലം അതേ ആഴമായി പതിയുവാനും അത് നമ്മെ പ്രകാശിപ്പിക്കുവാനും ഇടയായി തീരട്ടെ. സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവശക്തിയാൽ നിറഞ്ഞ് അവനെ മഹത്വപ്പെടുത്താം. പ്രത്യാശയുള്ളവരായി തീരാം, ആത്മസന്തോഷമുള്ളവരായി തീരാം. അതേ, ഈ വചനങ്ങൾ നമ്മളെ ഭയപ്പെടുത്തി വിടുകയല്ല, ദൈവസന്നിധിയിലേക്ക് നമ്മെ അടുപ്പിച്ച് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് സമാധാനവും പ്രത്യാശയുമുള്ളവരായി ഉണർവോടെ മുമ്പോട്ട് നടത്തുവാൻ ദൈവം നമ്മളോട് ഇടപെട്ടിരിക്കുകയാണ്. അതിനെ ആഗ്രഹിക്കുന്ന
എല്ലാവരും കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. എഴുന്ന് ശോഭിപ്പീൻ, ദൈവം നിറയപ്പീൻ, പറന്നുപോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ, വാഴ പറന്നുപോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. എഴുന്നു ശോഭിപ്പീൻ, ദീപം തെളിയപ്പീൻ, പറന്നുപോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ, വാഴ പറന്നുപോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. എഴുന്നു ശോഭിപ്പീൻ, ദീപം തെളിയപ്പീൻ, പറന്നുപോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ, വാഴ പറന്നുപോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. എഴുന്നു ശോഭിപ്പീൻ, ദീപം തെളിയപ്പീൻ, പറന്നുപോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ, വാഴ പറന്നുപോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. എഴുന്നു ശോഭിപ്പീൻ, ദീപം തെളിയപ്പീൻ, പറന്നുപോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ, വാഴ പറന്നുപോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. എഴുന്നു ശോഭിപ്പീൻ, ദീപം തെളിയപ്പീൻ, പറന്നുപോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ, വാഴ 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 പറന്നുപോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനില്ലാത്തവരായി ആരും ഇവിടെ നിന്ന് മടങ്ങിപ്പോകരുത്. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയില്ലാത്തവരായി ആരും ഈ വചനം കേട്ട് ആരും ഇവിടെ നിന്ന് മടങ്ങിപ്പോകുവാനിടയാകരുത്. എഴുന്ന് ശോഭിക്കേണ്ട സമയം ഇത് തന്നെയാണ്. ഉണരേണ്ട സമയം ഇത് തന്നെയാണ്. സഭയെ ഉണർന്നു കൊള്ളുക. പ്രിയ സഹോദര സഹോദരി, ഉണർന്നു കൊള്ളുക. നിന്റെ രാജാവ് വരാൻ പോകുന്നു. എഴുന്നു ശോഭിപ്പീൻ, ദീപം തെളിയപ്പീൻ, പറന്നുപോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ, വാഴ പറന്നുപോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. എഴുന്നു ശോഭിപ്പീൻ, ദീപം തെളിയപ്പീൻ, പറന്നുപോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ, വാഴ പറന്നുപോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. ദീപം തെളിയപ്പീൻ, പറന്നുപോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ, വാഴ പറന്നുപോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. എഴുന്നു ശോഭിപ്പീൻ, ദീപം തെളിയപ്പീൻ, പറന്നുപോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ, വാഴ 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 പറന്നുപോകാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഈ ലോകം നമുക്ക് സമാധാനം തരികയില്ല. ഈ ലോകം എത്രമാത്രം പുരോഗമിച്ചാലും, ആധുനിക ലോകം അതിന്റെ പുരോഗതിയുടെ അങ്ങേയറ്റത്തെത്തിയാലും, ഒരു ദൈവ പൈതലിന് ഈ ലോകം ശാശ്വതമല്ല. അത് നാം ഓർത്തുകൊള്ളണം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമുക്ക് വസ്തുവകൾ ഉണ്ടായാലും, നമ്മുടെ ധനം വർദ്ധിച്ചാലും, നമ്മുടെ പ്രശസ്തി വർദ്ധിച്ചാലും, ഇതെല്ലാം നശ്വരമാണ്. ഇതെല്ലാം താൽക്കാലികമാണ്. ഇതെല്ലാം നശ്വരമാണ്. ഇത് തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതിലൊന്നും ആശ്രയം വയ്ക്കേണ്ട. പ്രത്യാശയുള്ളവരായി നിത്യരാജ്യത്തിനായിട്ട് ഒരുങ്ങിക്കൊള്ളുക. നമ്മുടെ ആശയം പ്രത്യാശയും അതൊന്നു മാത്രമായിരിക്കട്ടെ. നമ്മുടെ നിക്ഷേപം സ്വർഗ്ഗത്തിലായി തീരട്ടെ.
അതിനായി പ്രത്യാശയുള്ളവരായി തീരാം. അതിനായി ലോക മാലിന്യങ്ങൾ ഏശാതെ വണ്ണം തങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുക. അതേ, ഇന്ന് സഭയിലേക്ക് ലോകം പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്, മാലിന്യങ്ങൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിനെ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ തങ്ങളെ തന്നെ ലോക മാലിന്യങ്ങൾ ഏശാതെ വണ്ണം കാത്തുകൊള്ളണം. അതാണ് ദൈവത്തോടുള്ള യഥാർത്ഥ ഭക്തി. ഹല്ലേലൂയ! അതിനായി നമ്മളെ സമർപ്പിക്കണം. അതെ, ഇന്ന് ദൈവം നമുക്ക് നല്ല ഒരു അവസരം തന്നിരിക്കുകയാണ്. നല്ല പന്തലിട്ട്, നല്ല വെള്ള വിരിച്ച്, നല്ല ഫാനിട്ട്, എല്ലാവരെയും കൂട്ടിവരുത്തി ദൈവത്തോട് അടുക്കുവാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാൾ ഉപരിയായ ഒരു സമയം ഇനി കിട്ടുമെന്നറിയുന്നില്ല. എന്തുകൊണ്ട് ആത്മാക്കൾക്ക് ഒരു നിമിഷം ദൈവത്തിൽ ആനന്ദിച്ച് പ്രത്യാശ വെച്ച് തങ്ങളെ തന്നെ ശക്തീകരിച്ച് അതേ നമ്മളെ പൂർണ്ണമായി കർത്താവിൻ്റെ ഇഷ്ടത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത് പൊയ്ക്കൂടാ? അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ ലോകം പ്രവേശിച്ചിരിക്കുന്നു. ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞുപോയി. ദൈവശക്തി അന്വേഷിക്കേണ്ട സമയം ഇതാണ്. കർത്താവിൻ്റെ വേലക്കാരും വിശ്വാസികളും കൂടപ്പെട്ടവരെല്ലാം ദൈവശക്തിക്ക് ഇടം കൊടുത്താട്ടെ, ദൈവത്തോട് അടുത്താട്ടെ, ദൈവത്തെ സ്നേഹിച്ചാട്ടെ, കർത്താവിൻ്റെ സ്നേഹത്താൽ ഉള്ളം നിറയട്ടെ. ലോക മാലിന്യങ്ങളെല്ലാം ഉള്ളിൽ നിന്ന് നീക്കപ്പെടട്ടെ. ലോകത്തോടുള്ള ബന്ധം അകറ്റുക, ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് വരിക. ദൈവസ്നേഹത്താൽ ഹൃദയം നിറയട്ടെ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ, ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. പ്രിയ സഹോദര സഹോദരി, ദൈവപൈതലേ, ലോകത്തിലെ കർത്താവിന്റെ വരവിന്റെ ലക്ഷ്യങ്ങൾ കാണുന്നത് മാത്രമല്ല, ദൈവത്തിന്റെ സഭയിലും കർത്താവിന്റെ വരവിന്റെ ലക്ഷ്യങ്ങൾ വ്യക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് വിശ്വാസത്യാഗം. രണ്ടാമത്തേത് ദൈവശക്തിയെ ത്യജിക്കുക. ദൈവശക്തിയെ ത്യജിക്കുക എന്ന് പറഞ്ഞത് ദൈവശക്തി ഉള്ളവർ അത് ഇല്ലാതാക്കി തീർക്കുക എന്നുള്ളതാണ്. ഒന്നും കൂടെ പറയാം പ്രിയപ്പെട്ടവരെ, ഞാൻ എത്രയോ നാളുകളായി ദൈവശക്തിയാൽ നിറയുന്നു, ആത്മാവിൽ നിറയുന്നു. ഇനി കുറച്ചു നാൾ ആത്മാവിൽ നിറയുന്നില്ല, അതിനായി പൂർണ്ണമായി ഏൽപ്പിക്കുന്നില്ല. അതാണ് ദൈവശക്തിയെ ത്യജിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾ പോലും ഇവിടെ ഉണ്ടായിരിക്കരുത്. അങ്ങനെയുള്ള ഒരു വ്യക്തി പോലും ഇവിടെ ഉണ്ടായിരിക്കരുത്. അന്ത്യകാലത്ത് ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ. ഞാൻ ഒത്തിരി നാൾ ആത്മാവിൽ നിറഞ്ഞു, ഇനി അതിനൊന്നും പോകുന്നില്ല, ഇനി സ്റ്റൈലിന് പോവുകയാണ്. അതാണ് അന്ത്യകാലത്ത് ഭക്തിയുടെ വേഷം ധരിക്കും, അതിൻ്റെ ശക്തിയെ ത്യജിക്കും. വെറുതെ നാം ഒരു സ്തോത്രം പറഞ്ഞാൽ പുറമേ ഒരു അതേ സ്തോത്രം പറഞ്ഞു പോകുന്നതല്ല ഭക്തി. അന്തർഭാഗത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ, ഹൃദയത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, ഉള്ളിന്റെ ഉള്ളിൽ ദൈവസ്നേഹം അനുദിനം വർദ്ധിക്കട്ടെ, കർത്താവിനെ അധികം സ്നേഹിക്കുവാനിടയാകട്ടെ, അവന്റെ ഇഷ്ടത്തിലേക്ക് കടന്നു വരാം, ദൈവശക്തിയുള്ളവരായിരിക്കാം, ദൈവശക്തിയാൽ നിറയാം.
ആത്മാവിൽ സന്തോഷിക്കാം, അന്യഭാഷകളിൽ സംസാരിക്കാം. ഉണരുക, ഉണരുക, ഉണരുക. ദൈവജനമേ, ഉണരുക, ഉണരുക, ഉണരുക. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ. ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ. ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ. ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ. ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ. ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ. ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ. ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ. ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. യേശുരാജൻ വരുന്നിതാ, യേശുരാജൻ വരുന്നിതാ, നാശലോകം തകരുന്നേ. ദൈവജനമേ ഉണർന്നിപ്പോൾ തലകൾ ഉയർത്തി പാടുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ അനേക ജീവിതങ്ങളെ കർത്താവ് ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. ശക്തി കുറഞ്ഞുപോയിരിക്കുന്നവരുടെ ജീവിതത്തില് ഉയരത്തിലെ ശക്തിയെ പകർന്നുകൊണ്ടിരിക്കുന്നു. അതെ, ഈ സമയം അനേകരുടെ ജീവിതത്തെ പുതുക്കുവാൻ തക്കതുപോലെ കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു നല്ല സന്ദർഭമാണ് പ്രിയ ദൈവവൈദ്യരെ. നിന്റെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, കർത്താവിനോടുള്ള ബന്ധത്തിലേക്ക് കൂടുതലായി അടുത്തു വരുവാൻ, ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാൻ, നിന്നെ തന്നെ വിശുദ്ധീകരിച്ച് കർത്താവിനായി ഒരുക്കുവാൻ ഒരു നല്ല അവസരം ഇതാ നിന്റെ മുമ്പിൽ കർത്താവ് തന്നിരിക്കുകയാണ്. ഇതാ ഇവിടെ പലരെയും കർത്താവ് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരുടെ പിന്മാറ്റത്തിൽ നിന്ന് അവരെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. പലരെ യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവശക്തി ഇല്ലാത്തവർക്ക് ദൈവശക്തിയെ നൽകുന്നു. ഉണർന്നുകൊള്ളുക, ശക്തിയെ പ്രാപിച്ചുകൊള്ളുക. അതേ, കർത്താവ് നിന്നെ അതേ അധികം അനുഗ്രഹിപ്പാൻ പോകുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എത്ര വേഗമുണർന്നു നീ ശക്തിയെ പുതുക്കുക. യുദ്ധശബ്ദം മുഴങ്ങു നീ കാഹളങ്ങളൂത. എത്ര വേഗമുണർന്നു നീ ശക്തിയെ പുതുക്കുക. യുദ്ധശബ്ദം മുഴങ്ങു നീ കാഹളങ്ങളൂത. എത്ര വേഗമുണർന്നു നീ ശക്തിയെ പുതുക്കുക. യുദ്ധശബ്ദം മുഴങ്ങു നീ കാഹളങ്ങളൂത. എത്ര വേഗമുണർന്നു നീ ശക്തിയെ പുതുക്കുക. യുദ്ധശബ്ദം മുഴങ്ങു നീ കാഹളങ്ങളൂത. എത്ര വേഗമുണർന്നു നീ ശക്തിയെ പുതുക്കുക. യുദ്ധശബ്ദം മുഴങ്ങു നീ കാഹളങ്ങളൂത. എത്ര വേഗമുണർന്നു നീ ശക്തിയെ പുതുക്കുക. യുദ്ധശബ്ദം മുഴങ്ങു നീ കാഹളങ്ങളൂത. എത്ര വേഗമുണർന്നു നീ ശക്തിയെ പുതുക്കുക. യുദ്ധശബ്ദം മുഴങ്ങു നീ കാഹളങ്ങളൂത. എത്ര വേഗമുണർന്നു നീ ശക്തിയെ പുതുക്കുക. യുദ്ധശബ്ദം മുഴങ്ങു നീ കാഹളങ്ങളൂത. എത്ര വേഗമുണർന്നു നീ ശക്തിയെ പുതുക്കുക. യുദ്ധശബ്ദം മുഴങ്ങു നീ കാഹളങ്ങളൂത. എത്ര വേഗമുണർന്നു നീ ശക്തിയെ പുതുക്കുക. യുദ്ധശബ്ദം മുഴങ്ങു നീ കാഹളങ്ങളൂത. എത്ര വേഗമുണർന്നു നീ ശക്തിയെ പുതുക്കുക. യുദ്ധശബ്ദം മുഴങ്ങു നീ കാഹളങ്ങളൂത. എത്ര വേഗമുണർന്നു നീ ശക്തിയെ പുതുക്കുക. യുദ്ധശബ്ദം മുഴങ്ങു നീ കാഹളങ്ങളൂത. എത്ര വേഗമുണർന്നു നീ ശക്തിയെ പുതുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകമാലിന്യങ്ങളെ ശാതവണ്ണം ദൈവസ്നേഹത്തിലും ദൈവഭക്തിയിലും തങ്ങളെ തന്നെ സൂക്ഷിച്ച് നാൾതോറും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവശക്തിയിൽ സൂക്ഷിക്കപ്പെടുന്ന
ഒരു കൂട്ടം വിശുദ്ധന്മാർ ഏറ്റവും പെട്ടെന്ന് ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകുവാൻ പോകുകയാണ്. അവർ കർത്താവിനെ തേജസ്സോടെ കാണും. അവരുടെ ഈ മൺശരീരം രൂപാന്തരപ്പെടും. അവർ കർത്താവിനോടുകൂടെ വാഴാൻ പോകുകയാണ്. ആ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord. Praise the Lord. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ഇത്രത്തോളം കർത്താവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നതിനായി സ്തോത്രം. Praise the Lord. നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. Praise the Lord. സ്തോത്രം. അതിനായി കർത്താവ് തന്റെ ദാസന്മാരെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാൽ സ്തോത്രം. Praise the Lord. ഈ വചനം കേട്ട എല്ലാ ആത്മാക്കളെയും കർത്താവിന്റെ വരവിനാ ഒരുക്കേണ്ടതിനായി സ്തോത്രം. Praise the Lord. ദേശത്തെ രക്ഷിക്കേണ്ടതിനായി സ്തോത്രം. Praise the Lord. തുടർന്ന് നടക്കുന്ന യോഗങ്ങളെ കർത്താവ് ഭാരം വഹിച്ച് സകലവിധ മഹിമയോടും കൂടെ നടത്തേണ്ടതിനായി സ്തോത്രം. Praise the Lord. പിതാപുത്ര പരിശുദ്ധാത്മാവിനായി സ്തോത്രം. Praise the Lord. നമ്മുടെ കർത്താവ് വേഗം വരുന്നതിനായി Praise the Lord. പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള നീതിയുള്ള വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ വീണ്ടും വരവിന് മുമ്പായിട്ട് അവർ ഞങ്ങളെ സ്നേഹിച്ച് ഈ ദേശത്തെ കടാക്ഷിച്ചതിൻ്റെ ഫലമായി കർത്താവ് ഞങ്ങൾക്കൊരു കൺവെൻഷൻ നൽകി തന്നുകൊണ്ട് സ്തോത്രം. കൺവെൻഷൻ്റെ പ്രഥമ രാത്രി യോഗത്തെ കർത്താവ് തന്നെ ഭാരമേറ്റ് നടത്തി. ഈ കൺവെൻഷൻ്റെ രണ്ടാം രാത്രി യോഗത്തിൽ വിവിധയിടങ്ങളിലും വിവിധ സ്ഥലങ്ങളും മാറി ഞങ്ങൾക്ക് ഏകമായി ദൈവസന്നിധാനത്തിലേക്ക് കടന്നു വരുവാനും പ്രത്യാശയുടെ പാട്ടുകൾ പാടി ഞങ്ങളുടെ പ്രത്യാശയെ പുതുക്കുവാനും ജീവനോളം ജീവിപ്പിക്കുന്ന സാക്ഷികളെ ശ്രമിപ്പാനും കർത്താവ് ഇടയാക്കിയതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രകൃതിയുടെ മേലധികാരമുള്ള കർത്താവ് പ്രകൃതി ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, താമ്ര പർവ്വതങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവത്തെ അനുസരിക്കാത്തവർക്ക്, സത്യസുവിശേഷം നിഷേധിക്കുന്നവർക്ക് വരുന്ന ന്യായവിധിയെക്കുറിച്ച് ഈ രാത്രികാലം സവിസ്തരമായി ഞങ്ങൾക്ക് കേൾപ്പാനിടയാക്കും. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു. ജനങ്ങൾ മനം തെരിഞ്ഞ് ദൈവഭാഗത്ത് കടന്നിരുവാൻ്റെ കൊണ്ട് പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ്റെ കൊണം അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജലസ്നാനത്തിന്റെ സത്യം മനസ്സിലാക്കി അനേകർ സ്നാനമെടുക്കുവാൻ്റെ കൊണ്ട് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിപ്പാൻ്റെ കൊണ്ട് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തേജസ്സിന്റെ പ്രത്യക്ഷത ഏറ്റവും സമാഗതമായിരിക്കുന്നു. കാഹളം ധരിക്കും, മരിച്ച വിശുദ്ധന്മാർ രക്ഷയായിട്ട് ഒരുക്കും, ജീവനൊഴുക്കി രൂപാന്തരം പ്രാപിക്കും. കർത്താവെ, രൂപാന്തര ശരീരത്തിന് വേണ്ടി ഞങ്ങൾ ഒരുക്കുമാറാകണമേ. വിതയ്ക്കപ്പെട്ട ദൈവത്തിന്റെ വചനമാകുന്ന വിത്തുകൾ അതൊന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം 100 മേന് ഫലം കൊടുപ്പാൻ്റെ കൊണം അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പർവ്വതങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുന്നതായ ചില കുതിരകളെ കുറിച്ച് കേൾക്കുവാനിടയാക്കി. കർത്താവെ, കുരാൽ നിറമുള്ളതായ കുതിര മുഴു ലോകത്തേക്കും പുറപ്പെട്ടിരിക്കുന്നു. ദൈവിക കോടതിയുടെ ന്യായവിധി കർത്താവെ നിനക്ക് സ്തോത്രം ആരംഭിക്കുവാൻ സമയമായി. എന്തെന്നാൽ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്ത വലിയ കഷ്ടം അന്നുണ്ടാകും. ആ കാലത്ത് മനുഷ്യ മരണാന്വേഷണം കാണുകയില്ലതാനും. മരിപ്പാൻ കൊതിക്കും, മരണം വരട്ട് ഓടിപ്പോകും. 6-ാം മുദ്ര പൊടിച്ചപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്ത് ചന്ദ്രൻ രക്തതുല്യമായി തീർന്നു. അത്യവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിട്ട് കായുതിർക്കുമ്പോൾ ആകാശ നക്ഷത്രങ്ങൾ വീഴുന്നു. ഭൂമി അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുന്നു. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്വങ്ങളും സഹസ്രാധിപന്മാരും സകലദാസന്മാരും സ്വതന്ത്രന്മാരും മലകളോടും പാറകളോടും ഞങ്ങളുടെ വന്ന് മൂടുവേൻ. കുഞ്ഞാന്റെ ക്രോധ ദിവസം വന്നുവല്ലോ ആർക്കൊണ്ട് നിൽപ്പാൻ കഴിയും? കർത്താവിന്റെ ദിവസം കടലിനെ പോലെ വരും. അന്ന് ആകാശം കൊടുങ്കുഴക്കത്തോട് ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥം കത്തിയൊഴിയും. ഭൂമിയുള്ള പണികളെല്ലാം വെന്തുപോകും. ആകാശത്തിലെ നക്ഷത്രങ്ങൾ നക്ഷത്ര രാശിയുടെ പ്രകാശം തരികയില്ല. സൂര്യൻ ഉദയത്തിൽ നിന്ന് ഇരുണ്ടുപോകും. ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും. കർത്താവേ, നിനക്ക് സ്തോത്രം. ആകയാൽ വരുവാളും നിത്യശിക്ഷാവിധിയിൽ നിന്ന് ദേശത്തെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനർത്ഥ ദിവസം തന്റെ കൂടാരത്തിന് ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിനെ മറയ്ക്കും. പാറമേലിനെ ഉയർത്തും. കർത്താവെ, ലോകത്തിൽ ഭീകരമായ നാളുകൾ വരുന്നതിന് മുമ്പായിട്ട് തേജസ്സേറിയ സഭയെ അവിടുന്ന് ചേർത്തുകൊള്ളപ്പെടുവാൻ വേണമെന്ന് ഞങ്ങൾ അറിയുന്നു. ആകയാൽ കർത്താവെ, ബാബേലിന്റെ ആത്മാവ് ഞങ്ങളുടെ ദൈവത്തിൽ വരാതെ വണ്ണം, മിസ്രൈമിന്റെ ആത്മാവ് ഞങ്ങളുടെ ദൈവത്തിൽ വരാതെ വണ്ണം കർത്താവെ അവിടെ ഞങ്ങളെ സൂക്ഷിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ലോക ജീവിതകാലം അധികം ഭയത്തോടും വിറയലോടും വിശുദ്ധിയോടും കൂടി ജീവിപ്പാൻ്റെ കൊണ്ട് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധനായ ദൈവം തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി മധ്യാകാശത്തിൽ വിടുമ്പോൾ കർത്താവെ നിന്നെ എതിരേൽപ്പാൻ ഇവിടെ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. എന്തെന്നാൽ കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായ ആ നല്ല നാളിന് വേണ്ടി ജീവിപ്പാൻ സഹായിക്കും. മേഘപ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കും. വചനം പ്രഘോഷിപ്പാന്റെ കൊണ്ട് നിന്റെ ദാസന്മാരെ കരങ്ങളെടുത്തോണ്ട് സ്തോത്രം സമാധാനത്തോടെ ഞങ്ങളെ അയച്ചാട്ട് പുത്രനെ മഹത്വപ്പെടുത്തിയാട്ട് യേശു രക്ഷിതാവിന്റെ നല്ല നാമത്തിൽ അപേക്ഷിക്കുന്ന കരുണയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും
നാം എല്ലാവരോടും സകല വിശുദ്ധന്മാരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.